നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ നാരായണായ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. 2 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹം തുടരുന്നു. എല്ലാവർക്കും അതിലേക്ക് സുസ്വാഗതം. ഗുരുവായൂരപ്പ. നാരായണ. നാരായണ നാരായണ. 2 ദിവസം ഗുരുവായൂരപ്പൻ്റെ സവിധത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടെത്തി. ഇന്നതാ വീണ്ടും നമ്മുടെ റുട്ടീനിലേക്ക് പ്രവേശിച്ചു. നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 18-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4-5 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു. ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള വാക്ക് യുദ്ധവും പിന്നീട് ഗദായുദ്ധവും ദ്വന്ദ്വയുദ്ധവും വർണ്ണിക്കുന്ന അധ്യായമാണ് 18-ാം അധ്യായം. നമുക്ക് ആദ്യം വായിക്കാം. വായിച്ചിട്ട് ഇന്നലെ നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. ഓം. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 18-ോऽധ്യായഃ. മൈത്രേയ ഉവാച. തദേവമാകർണ്യ ജലേശഭാഷിതം മഹാമനാസ്തദ്വിഗണയ്യ ദുർമദഃ ഹരേർവിദിത്വാ ഗതിമംഗനാരദാത് രസാതലം നിർവിവിശേ ത്വരാന്വിതഃ ദദർശ തത്രാഭിജിതം ദരാധരം പ്രോന്നീയമാനാവനിം അഗ്രദംഷ്ട്രയാ മുഷ്ണന്തമക്ഷ്ണാ സ്വരുചോരുണശ്രിയാ ജഹാസ ചാഹോ വനഗോചരോ മൃഗഃ ആഹൈനം ഏഹ്യജ്ഞമഹീം വിമുഞ്ജനോ രസൗകസാം വിശ്വസൃജേയമർപ്പിത ന സ്വസ്തിയാസ്യസി അനയാമമേക്ഷതഃ സുരാദമാസാദിതസുകരാകൃതേ ത്വം ന സപത്നൈരഭവായ കിംവൃതോ യോ മായയാ ഹന്ത്യസുരാൻ പരോക്ഷജിത് ത്വാം യോഗമായാ ബലമൽപപൗരുഷം സംസ്ഥാപ്യ മൂഢ പ്രവൃജേ സുഹൃത്സുജഃ ത്വയി സംസ്ഥിതേ ഗതയാ ശീർണശീർഷണി അസ്മദ്ഭുജച്യുതയാ യേ ച തുഭ്യം ബലിം ഹരന്തി ഋഷയോ യേ ച ദേവാഃ സ്വയം സർവേ ന ഭവിഷ്യന്ത്യമൂലാഃ സതുദ്യമാനോരിദുരുക്തതോമരൈഃ ദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യ ഭീതാം തോതം മൃഷന്നിരഗാദംബുമധ്യാത് ഗ്രാഹാഹതസ്സകരേണുര്യദേവഃ തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോദ്വിരതം യദാചശഃ കരാളദംഷ്ട്രോ അശനി നിസ്വനോബ്രവീത് ഗതഹ്രിയാം കിന്വസതാം വിഗർഹിതം സ ഗാം ഉദസ്താൽ സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാം അദധാൽ സ്വസത്വം
അഭിഷ്ടുതോ വിശ്വസൃജാ പ്രസൂനൈഃ ആപൂര്യമാണോ വിബുധൈ പശ്യതോരേഃ പരാനുഷക്തം തപനീയോപകൽപം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണ്യഭീക്ഷ്ണം പ്രതുതന്തം ദുരുക്തൈഃ പ്രചണ്ഡമന്യുഃ പ്രഹസന്തം ബഭാഷേ. ശ്രീഭഗവാനുവാച സത്യം വയംബോ വനഗോചരാ മൃഗാഃ യുഷ്മദ്വിദാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാഃ വികത്തനം തവ ഗൃഹ്ണന്ത്യഭദ്ര. ഏതേ വയം ന്യാസഹരാ രസൗകസാം ഗതഹ്രിയോ ഗതയാ ദ്രാവിദാസ്തേ തിഷ്ഠാമഹേദാഭി കഥഞ്ചിദാജൗ സ്ഥേയം ക്വയാമോ ബലിനോൽപാദ്യ വൈരം. ത്വം ഭദ്രധാനം കില യൂതപാതിഭോ ഗടസ്വനോ സ്വസ്തയ അശ്വനൂഹ സംസ്ഥാപ്യ ചാസ്മാൻ പ്രമൃജാശ്രുസ്വകാനാം യസ്വാം പ്രതിജ്ഞാം നാദിപിപർത്യസഭ്യഃ. മൈത്രേയ ഉവാച സോദിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാ വൃശം ആജഹാരോൽബണം ക്രോധം ക്രീഡ്യമാനോ ഹിരാഡിവ സൃജന്നമർഷിദശ്വാസാൻ മന്യുപ്രചലിതേന്ദ്രിയഃ ആസാദ്യ തരസാ ദൈത്യോ ഗതയാഭ്യഹനധരിം. ഭഗവാൻ തു ഗദാവേഗം വിസൃഷ്ടം റിപുണോരസി അവഞ്ചയത്തിരശ്ചീനോ യോഗാരൂഢൈവാന്തകം പുനർഗദാം സ്വാമാദായ ഭ്രാമയന്തമഭീക്ഷ്ണശഃ അഭ്യധാവധരിക്രുദ്ധഃ സംരംഭാത് ദഷ്ടതച്ഛതം. തതശ്ച ഗദയാ രാദിം ദക്ഷിണസ്യാം ബ്രുവി പ്രഭുഃ ആജഗ്നേ സതുതാം സൗമ്യ ഗദയാ കോവിദോഹനദ. ഏവം ഗദാഭ്യാം ഗുർവീഭ്യാം ഹര്യക്ഷോ ഹരിരേവ ച ജിഗീഷയാ സുസംരബ്ധൗ അന്യോന്യമഭിജഗ്നദുഃ. തയോസ്പൃതോസ്തിഗ്മഗദാഹദാംഗയോഃ ക്ഷതാസ്രവഗ്രാണവിവൃദ്ധമന്യോഃ വിചിത്രമാർഗാൻ ചരതോർജിഗീഷയാ വ്യപാതിളായാമിവ സുഷ്മിണോർമൃദഃ. ദൈത്യസ്യ യജ്ഞാവയവസ്യ മായാഗൃഹീതവാരാഹതനോർമഹാത്മനഃ കൗരവ്യമഹ്യാം ദിശതോർവിമർദ്ദനം ദിദൃക്ഷുരാഗാത് ഋഷിഭിർവൃതസ്വരാട്. ആസന്ന ശൗണ്ടീരമപേത സദ്വസം കൃതപ്രതീകാരമഹാര്യ വിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവാൻ സഹസ്രണീഃ ജഗാത നാരായണമാദിസൂകരം. ബ്രഹ്മോവാച ഏഷ തേ ദേവദേവാനാം അംഘ്രിമൂലമുപേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അപി അനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മത് രാദ്ധവരോസുരഃ അന്വേഷന്ന പ്രതിരഥോ ലോകാൻ അടതി കണ്ടകഃ. മൈനം മായാവിനം ദൃപ്തം നിരങ്കുശമസത്തമം ആക്രീഡബാലവദ്ദേവ യഥാ ആശീവിഷമുത്ഥിതം ന യാവത് ഏഷ വർദ്ധേതാ സ്വാം വേളാം പ്രാപ്യ ദാരുണഃ സ്വാം ദേവമായാമാസ്തായ താവത് ജഹി അഘമച്യുത. ഏഷാ ഘോരതമാ സന്ധ്യ ലോകസമ്പട്കരീ പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹ. അധുനൈഷോഭിചിന്നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത് ശിവായ നസ്ത്വം സുഹൃദാം ആശു നിസ്തരദുസ്തരം. ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യൈനം മൃദേ ഹത്വാ ലോകാൻ ആദേഹി ശർമ്മണി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷവതേ അഷ്ടാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.
നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ഹിരണ്യകശിപുക്കളുടെ ജനനവും അവരുടെ ഹിരണ്യാക്ഷൻ്റെ പ്രത്യേകിച്ച് ദിഗ്വിജയം, സ്വർഗത്തിൽ ചെന്നതും ദേവേന്ദ്രനും ദേവന്മാരുമെല്ലാം നിർലീനരായിപ്പോയി, പേടിച്ച് മറഞ്ഞുപോയി. അങ്ങനെ തനിക്ക് കൈത്തരിപ്പ് മാറ്റാൻ എതിരാളിയെ കിട്ടാതെ പിന്നീട് അടുത്ത ശക്തൻ ആരാണെന്ന് നോക്കിയപ്പോൾ വരുണദേവനാണ്. ആ വരുണദേവനെ ആക്രമിക്കാൻ വേണ്ടി സമുദ്രത്തിലേക്ക് ഇറങ്ങി. തൻ്റെ ശ്വാസം കൊണ്ട് ഉയരുന്ന തിരമാലകളെ ഗത കൊണ്ട് അടിച്ച് കളിച്ച് വർഷങ്ങളോളം കളിച്ചു. അതിനുശേഷം വരുണൻ്റെ പുരിയായ വിഭാവരിയിലേക്ക് ഹിരണ്യാക്ഷൻ ആക്രമിച്ച് ചെന്നു. വരുണനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. നീ വലിയ രാജസൂയയാഗം ചെയ്ത ആളൊക്കെയാണല്ലോ, ദിഗ്വിജയം നടത്തിയിട്ടുള്ള ആളാണല്ലോ, അതുകൊണ്ട് എനിക്ക് പറ്റിയ എതിരാളിയാണ്, എൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ വരൂ എന്ന് പറഞ്ഞ് വരുണനെ വെല്ലുവിളിച്ചതായിട്ടുള്ള സമയത്ത് വരുണൻ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. കാരണം തൻ്റെ കൈകൊണ്ടല്ല ഇവൻ മരിക്കേണ്ടത്, അതുകൊണ്ട് താൻ ഇവനോട് യുദ്ധത്തിന് പോയാൽ തനിക്കായിരിക്കും ഇപ്പോൾ തൽക്കാലം പരാജയം ഉണ്ടാവുക എന്നറിഞ്ഞ് വിവേകിയായിട്ടുള്ള വരുണൻ അദ്ദേഹത്തോട് പതുക്കെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പ്രായമൊക്കെ ആയതുകൊണ്ട് റിട്ടയർ ചെയ്തു, നിവൃത്തി നിരതനാണ്, ഇപ്പോൾ യുദ്ധത്തിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ പറ്റിയ ആൾ സാക്ഷാൽ ആദിനാരായണനാണ്, ആദി പുരുഷനാണ്, പുരാണ പുരുഷനാണ്, അദ്ദേഹത്തെ ചെന്ന് വെല്ലുവിളിക്കൂ, അദ്ദേഹം നിൻ്റെ കൈത്തരിപ്പ് മാറ്റിത്തരും. മാത്രമല്ല നിൻ്റെ ശരീരം തന്നെ അദ്ദേഹം അടിച്ചു തകർത്ത് നായ്ക്കളാൽ ചുറ്റപ്പെട്ട് കുറുക്കന്മാരുടെയും ചെന്നായ്ക്കളുടെയും ഭക്ഷണമായി തീരും നിൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞൊരു ശാപവചനം പോലെ പറഞ്ഞ് അയച്ചുവിട്ടു. അപ്പോൾ ആ ഭഗവാന്റെ മഹിമയെ പറഞ്ഞ ആ ഭഗവാന്റെ രൂപത്തെ നീ കാണും എന്ന് പറഞ്ഞ് അയച്ചു. അങ്ങനെ ആ ജലേശഭാഷിതം ആകർണ്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരംഭിച്ചത് തന്നെ. 18-ാം അധ്യായം ആരംഭിക്കുന്നത് വരുണന്റെ വാക്കിനെ കേട്ടിട്ട്, ജലേശഭാഷിതം ആകർണ്യ, തനിക്ക് മരണമുണ്ടാകും വിഷ്ണുവിൻ്റെ കൈകൊണ്ട് എന്നുള്ളതിനെയൊന്നും പരിഗണിക്കാതെ, തത് വിഗണയ്യ എന്ന് പറയുന്നത് അതിനെ വിഗണിച്ചുകൊണ്ട് ദുർമതനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ധീരനായിട്ടുള്ള മഹാമനാഹ എന്ന് പറഞ്ഞു, വലിയ മഹാമനസ്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ധൈര്യം ഉള്ളവനായിട്ട്, എവിടെയാണ് ആ വിഷ്ണു ഉള്ളത് എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ സാക്ഷാൽ നാരദൻ തന്നെ ആ ഹരിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഭൂമിയെ രസാതലത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്നു ആ ഹരി, ആ വിഷ്ണു എന്ന് പറഞ്ഞു കൊടുത്ത്, അതാണ് ഹരേർ വിദിത്വാ ഗതിം അംഗ നാരദാത്, നാരദാത് ഹരേഹേ ഗതിം വിദിത്വ, നാരദനിൽ നിന്ന് ഹരിയുടെ സ്ഥാനം അറിഞ്ഞിട്ട് രസാതലം നിർവിവിശേ ത്വരാന്വിത, വളരെ ധൃതിയോടുകൂടിയിട്ട് രസാതലത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ അഭിജിതനായ ആ ധരാധരനായ ഭഗവാനെ കണ്ടു. അഭിജിതൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയം മാത്രം ശീലമുള്ളവൻ. അങ്ങനെയുള്ള ഭൂമിയെ ധരിച്ചു കൊണ്ടുവരുന്ന തൻ്റെ അഗ്രദംഷ്ട്രയാ പ്രോന്നീയമാന അവനിയെ ഉന്നയിച്ചു കൊണ്ടുവരുന്നവനായിട്ടുള്ള ഭഗവാനെ കണ്ടു. ആ ഭഗവാൻ ഒരു നോട്ടം നോക്കി രൂക്ഷമായിട്ട് ആരുടെ നേർക്ക്? ഹിരണ്യാക്ഷന്റെ നേർക്ക്. തൻ്റെ കണ്ണുകളെ കൊണ്ട് ആ ഹിരണ്യാക്ഷന്റെ ശോഭയെ, പ്രഭാവത്തെ മുഴുവൻ അപഹരിച്ചെടുക്കുന്നത് പോലൊരു നോട്ടം. ആ വരാഹമൂർത്തിയായി പൊങ്ങി വരുന്ന ഭഗവാനെ കണ്ടിട്ട് ഇവൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ജഹാസ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു, ചിരിച്ചു എന്നൊക്കെ അർത്ഥമാണ്. എന്താ പറഞ്ഞ? അഹോ വനഗോചരോ മൃഗ, ഈ കാട്ടുജന്തുവാണോ ഈ ഹരി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ, വരാഹമൂർത്തിയെ പരിഹസിച്ചുകൊണ്ടാണ് അവൻ വന്നത്. എന്നിട്ട് ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ആഹ ഏനം ആഹ, ആ വരാഹത്തോട് പറഞ്ഞു, ഏഹി അജ്ഞമഹീം വിമുഞ്ചനോ രസൗകസാം വിശ്വസൃജേയമർപ്പിത,
ഏ അജ്ഞ മഹീം വിമുഞ്ച, ഏഹി ഇങ്ങോട്ട് വരൂ, ഭൂമിയെ ഉപേക്ഷിക്കൂ. ഞങ്ങൾക്ക് വിശ്വസൃഷ്ടാവായ ബ്രഹ്മദേവൻ നൽകിയതാണ് ഭൂമിയെ. ആ ഭൂമിയെ നീ അപഹരിച്ചോണ്ട് പോണ്ട. ന സ്വസ്തിയാസ്യസി അനയാ മമേക്ഷതഃ, ഞാൻ നോക്കി നിൽക്കി നീ ആ ഭൂമിയും കൊണ്ട് മര്യാദയ്ക്ക് പോവില്ല. സുരാതമ ആസാദിത സൂകരാകൃതേ, ദേവന്മാരിൽ വെച്ച് ഏറ്റവും അധമനായിരിക്കുന്നവനെ, പന്നിയുടെ രൂപമെടുത്തിരിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. അതിൻ്റെയൊക്കെ സ്തുതി അർത്ഥത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. കാരണം ഭഗവാനെ ആര് നിന്ദിക്കാൻ പുറപ്പെട്ടാലും വാഗ്ദേവി അതിൽ വ്യംഗ്യമായിട്ട് ഒരു സ്തുതിയും, കാരണം വാഗ്ദേവിക്ക് സ്തുതിക്കാനാണ് ഇഷ്ടം, നിന്ദിക്കാൻ സമ്മതമല്ല. അപ്പോൾ ആര് ഭഗവാനെ നിന്ദിച്ചാലും അത് സ്തുതിയാക്കി മാറ്റും. അങ്ങനെ വിപരീത അർത്ഥത്തിൽ ഭഗവാനെ സ്തുതിക്കുന്ന പോലെയായി മാറി ഇയാൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ നിന്ദിച്ചതല്ല. നീ സപത്നന്മാരായ ഞങ്ങളുടെ ശത്രുക്കളായ ദേവന്മാരാൽ ഞങ്ങളെ വധിക്കാൻ വേണ്ടി സ്വീകരിക്കപ്പെട്ടവനാണല്ലേ. ത്വന്ന സപത്നൈർ അഭവായ കിംമൃദോ യോ മായയാഹന്ത്യസുരാൻ പരോക്ഷജിത്, മായാജാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അസുരന്മാരെ കൊല്ലുന്നവനല്ലേ നീ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവനല്ലല്ലോ. മറഞ്ഞു നിന്ന് പല മായകളെ കൊണ്ട് നീ ഞങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ യോഗമായ ബലത്തോടുകൂടി അല്പപൗരുഷനായ, ശക്തിയില്ലാത്ത, വെറും കാപട്യം മാത്രമുള്ള നിന്നെ ഞാൻ നശിപ്പിച്ചിട്ട് എൻ്റെ ബന്ധുക്കളുടെ ശോകത്തെ ഞാൻ മാർജനം ചെയ്യും, തുടച്ചു കളയും. അവരുടെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. സംസ്ഥാപ്യ മൂഢ പ്രമൃജേ സുഹൃത്സുചഹ. ഇതിലും സ്തുത്യർത്ഥമുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 5ാമത്തെ ശ്ലോകത്തിലും ഭഗവാനെ നിന്ദിക്കുകയായിരുന്നു. ത്വയി സംസ്ഥിതേ ഗദയാ ശീർഷ്ണശീർഷണി അസ്മദ്ഭുജച്യുതയായ ച തുഭ്യം ബലിം ഹരന്തി ഋഷയോ യേ ച ദേവാഹ സ്വയം സർവേന ഭവിഷ്യന്ത്യമൂലാഹ. അവിടെയും ഭഗവാനെ നിന്ദിക്കുകയാണ്. അസ്മദ്ഭുജച്യുതയാ ഗദയാ, എൻ്റെ കയ്യിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതായിട്ടുള്ള ഗദ കൊണ്ട്, ശീർണശീർഷണി ത്വയി സംസ്ഥിതേ, തല തകർന്നു കിടക്കുന്ന നീ നശിച്ചു പോകുമ്പോൾ, ഏ ഋഷയഃ യേ ച ദേവാഹ തുഭ്യം ബലിം ഹരന്തി, ഏത് ഋഷിമാരും ഏത് ദേവന്മാരുമാണോ നിന്നെ പൂജിക്കുന്നത്, നിനക്കായി കൊണ്ട് ബലിയെ കൊണ്ടു തരുന്നത്, തേ സർവേ അമൂലാഹ സ്വയം ന ഭവിഷ്യന്തി, അവരെല്ലാം വേര് നഷ്ടപ്പെട്ടവരായിട്ട് സ്വയം നശിച്ചു പൊക്കോളും. വേര് നഷ്ടപ്പെട്ടാൽ വൃക്ഷം നിൽക്കുകയില്ല. അപ്പം ദേവന്മാർക്കും ഋഷിമാർക്കും മൂലമായിരിക്കുന്നത്, വേരായിരിക്കുന്നത് നീയാണ്. അവരെ പോഷിപ്പിക്കുന്നതും വളർത്തുന്നതും നീയാണ്. നിന്നെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം നശിച്ചോളും. നിന്റെ തല ഞാൻ എൻ്റെ ഗദ കൊണ്ട് തകർക്കാൻ പോവുകയാണ്. അങ്ങനെ നീ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവരെ നശിപ്പിക്കാനായിട്ട് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദേവന്മാരെയോ ഋഷിമാരെയോ ഞാനായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ല. വേരറ്റു കഴിഞ്ഞാൽ പിന്നെ സ്വയം നശിച്ചോളും എന്നിങ്ങനെ പരിഹാസമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിനെ വാഗ്ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അന്വയിക്കുമ്പോൾ ഒന്ന് മാറ്റി അന്വയിച്ചാലോ അർത്ഥം വിപരീതവും. അതാണ് അവിടെ ഗദയാ ശീർണ ശീർഷണി എന്ന് പിരിക്കുന്നിടത്ത് ഗദയാ അശീർണ ശീർഷണി എന്ന് ആ സന്ധിയെ ഒന്ന് പിരിച്ചാൽ, ഒരു അകാരമടയിൽ ചേർത്താൽ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗദ തെറിച്ചുപോയി നീ തല നശിക്കാതിരിക്കുമ്പോൾ, നിന്റെ തലയ്ക്ക് തല ചൂർണമാവാതിരിക്കുമ്പോൾ, ശീർണമാവാതിരിക്കുമ്പോൾ, ദേവാദയ അമൂലാഹ ന ഭവിഷ്യന്തി എന്നാവും. അവിടെ ന എന്നുള്ളത് ഇവിടേക്ക് ചേർക്കാം. ന ഭവിഷ്യന്തി, ദേവാദികൾ ഋഷിമാരൊക്കെ മൂലമില്ലാത്തവരായി ഭവിക്കുകയില്ല. അവരുടെ മൂലം നീ നശിക്കുന്നില്ലല്ലോ. നീ നശിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാ അവരുടെ മൂലം നശിക്കുക എന്ന് അന്വയത്തിൽ തന്നെ 2 പദങ്ങൾ അങ്ങോട്ടും മാറ്റിയിട്ടാൽ, അല്ലെങ്കിൽ ശീർണ ശീർഷണി എന്നുള്ളതിൻ്റെ മുമ്പിൽ അശീർണ ശീർഷണി എന്ന് സന്ധി പിരിച്ചാലും, ന എന്നുള്ളതിൻ്റെ സ്ഥാനം മാറ്റി ഉപയോഗിച്ചാലും അർത്ഥം മാറും.
സംസ്കൃത എന്താ പറയുക ശ്ലോകങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. നമ്മൾ അന്വയിക്കേണ്ടത് ശരിയായ രീതിയിൽ അന്വയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിപരീതമായിട്ടുള്ള അർത്ഥമായി മാറും. അപ്പോൾ ഇവൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് ദേവന്മാരുടെ മൂലമായ വേരായ നീ നശിച്ചാൽ ദേവന്മാരും ഋഷിമാരും സ്വയം നശിച്ചോളുന്നാണ്. എന്നാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഗത എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി നീ തല തകരാതെ നിൽക്കുമ്പോൾ ദേവന്മാരും ഋഷിമാരും വേറെ പോകാത്തവരായി അവർ ശാശ്വതന്മാരായി ഭവിക്കും എന്നൊരർത്ഥം. പിന്നെ വേറെയും സൂക്ഷ്മത്തിലുള്ളതായിട്ടുള്ള അർത്ഥങ്ങളും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ഹിരണ്യാക്ഷൻ ഭഗവാനെ ഒരു കാട്ടുപന്നിയായിട്ട് വരാഹമായിട്ട് കണ്ടിട്ട് നിന്ദിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ് 3, 4, 5 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സ്വതുദ്യമാനോ അരിദുരുക്തതോമരൈഃ ദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യ ഭീതാം തോദം മൃഷൻ നിരഗാദംബുമധ്യാത് ഗ്രാഹാഹതസ്സകരേണുര്യദേവഃ. സതുദ്യമാനോ അരിദുരുക്തതോമരൈഃ ദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യ ഭീതാം തോദം മൃഷൻ നിരഗാദംബുമധ്യാത് ഗ്രാഹാഹതസ്സകരേണുര്യദേവഃ. സഹ തുദ്യമാനഃ അരിദുരുക്തതോമരൈഃ. ഇവിടെ ആരെക്കുറിച്ചാണ് സഹ എന്ന് പറഞ്ഞത്? വിഷ്ണുവിനെ കുറിച്ചാണ്, വരാഹമൂർത്തിയെക്കുറിച്ചാണ്. അദ്ദേഹം, ആ വരാഹമൂർത്തി തുദ്യമാനഃ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്നവൻ, വേദനിപ്പിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. തുതന്തി എന്നൊക്കെയുള്ള ക്രിയാരൂപം കുത്തി നോവിക്കുക, വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. അപ്പം തുദ്യമാനഃ, ആരാണ് ഇവിടെ തുദ്യമാനൻ? വരാഹമൂർത്തിയാണ് പീഡിപ്പിക്കപ്പെടുന്ന. ആരാൽ? ഈ അരിയാൽ. അരിദുരുക്തതോമരൈഃ. അരി ശത്രു. ആരാണ് ശത്രുവിടെ? ഹിരണ്യാക്ഷൻ. എങ്ങനെ, എന്ത് ആയുധം കൊണ്ടാണ് ഇവിടെ ഭഗവാൻ പീഡിപ്പിക്കപ്പെടുന്നത്? ആയുധം കൊണ്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെയോ ദുരുക്തതോമരൈഃ എന്നാണ്. ദുരുക്തി എന്ന് പറഞ്ഞാൽ ദുഷിച്ച വചനങ്ങൾ, നിന്ദാവചനങ്ങൾ. അപ്പൊ നിന്ദാവചനങ്ങളാകുന്ന തോമരങ്ങളെ കൊണ്ട്, തോമരം എന്ന് പറഞ്ഞാൽ കുന്തം, ഈട്ടി എന്നൊക്കെ പറയുന്ന ആയുധത്തിന്റെ പേരാണ്. അപ്പൊ കുന്തം കൊണ്ട് കുത്തുന്ന പോലെ എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാനെ ഒരു ആനയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. താഴത്തെ അവസാനത്തെ വരിയിൽ പറയുന്നുണ്ട് സകരേണുഹു യഥേബഹ യഥാ ഇബഹ. ഇഭം യഥ. ഇഭം എന്ന് പറഞ്ഞാൽ ആനയാണ്. എന്തുകൊണ്ട്? ഇഭം ഭഞ്ജിക്കുന്നത് കൊണ്ട്. ഇഭം എല്ലാം തകർക്കുന്നത് കൊണ്ട്, അല്ലേ? എന്തിനേയും തകർക്കാൻ കഴിവുള്ളതാണ് ആന. മുളങ്കൂട്ടങ്ങൾ, മരക്കൂട്ടങ്ങൾ, കരിമ്പിൻ തോട്ടം, വേണ്ടി വന്നാൽ വലിയ മണ്ണുകൊണ്ടുള്ള പർവ്വതങ്ങളെ പോലെയുള്ള കുന്നുകളൊക്കെ തകർക്കും. അങ്ങനെ എന്തിനേയും തകർക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട്, ഭഞ്ജിക്കുന്നത് കൊണ്ട് ഇഭം എന്ന ആനയ്ക്ക് പേര്. അപ്പോൾ ഇബഹ ആന. ആനയോട് ഉപമിച്ചതുകൊണ്ട് തോട്ടിയാൽ കുത്തപ്പെടുന്നു, തോമരത്താൽ പീഡിപ്പിക്കപ്പെടുന്നു. ഒരു പാപ്പാന്മാര് ആനകളെ പീഡിപ്പിക്കാറില്ലേ? കുന്തം കൊണ്ടൊക്കെ കുത്തിയിട്ട്. മതം ഇളകിയതായിട്ടുള്ള ആനയാണെങ്കിൽ അതിനെ അടക്കാൻ വേണ്ടിയിട്ടോ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുന്തം കൊണ്ടൊക്കെ കുത്തും. അതാണ് ഇവിടെ തോമരം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു, തുദ്യമാനഃ. പക്ഷെ ഇവിടുത്തെ തോമരം എന്താണ്? അരിയുടെ ദുരുക്തങ്ങളാണ്. ശത്രുവായ ഹിരണ്യാക്ഷന്റെ ദുരുക്തികളാണ്, ദുഷ്ടവചനങ്ങളാണ്, നിന്ദാവചനങ്ങളാണ് ഇവിടെ ഭഗവാനെ പീഡിപ്പിക്കുന്ന എന്താ പറയുക, കുന്തം, വാരിക്കുന്തം. സതുദ്യമാനോ അരിദുരുക്തതോമരൈഃ. അങ്ങനെ അവൻ കുത്തി നോവിപ്പിക്കുമ്പോഴും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? അതിലൊന്നും ചലിക്കുന്നില്ല. എന്തുകൊണ്ട്? ദംഷ്ട്രാഗ്രഗാം ഗാം ഉപലക്ഷ്യ ഭീതാം. തൻ്റെ ദംഷ്ട്രയുടെ അഗ്രത്തിൽ ഗമിച്ചിരിക്കുന്നവളായ ഗാം. ദംഷ്ട്രാഗ്രഗാം എന്നുള്ളത് ദംഷ്ട്രയുടെ അഗ്രത്തെ ഗമിച്ചത്, തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഇരിക്കുന്നത്. എന്താണ് ഗാം? രണ്ടാമത്തെ ഗാം ഭൂമിയെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഭൂമിയെ ഭീതാമുപലക്ഷ്യ, ഭീതയായിട്ട് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ തേറ്റയുടെ അറ്റത്തിരിക്കുന്നതായിട്ടുള്ള ഭൂമി
ചകിതയായിരിക്കുന്നു. ഈ ഹിരണ്യാക്ഷനെ കണ്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. ഈ ഹിരണ്യാക്ഷൻ തന്നെ വീണ്ടും തട്ടിക്കൊണ്ടു പോകുമോ, തന്നെ പീഡിപ്പിക്കുമോ എന്ന് ഒരു സ്ത്രീയുടെ ഭാവത്തിലാണ് ഇവിടെ ഭൂമി. അപ്പോൾ ആ ഭൂമി പേടിച്ച് വിറയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഭീതാമുപലക്ഷ്യ, ഭീതയായി കണ്ടിട്ട് തോതം ഋഷൻ നിരകാദമ്പുമധ്യാത്. തോതം എന്ന് പറഞ്ഞാൽ അവൻ തുദ്യമാനനായിരുന്നു പറഞ്ഞില്ലേ. തോതം എന്ന് പറഞ്ഞാൽ തുതന്തി എന്നുള്ള ക്രിയയുടെ രൂപാന്തരമാണ്. ആ വേദനയെ എന്നർത്ഥത്തിലാണ്. തോതം വേദനയെ, പീഡയെ മൃഷൻ സഹിക്കുന്നവനായിട്ട്. അപ്പോൾ വരാഹമൂർത്തി ഈ ഭൂമി തൻ്റെ തേറ്റയിലിരുന്നു കൊണ്ട് പേടിച്ചു വറയ്ക്കുന്നത് കണ്ടിട്ട് അവളെ ഇനി കൂടുതൽ പേടിപ്പിക്കേണ്ട, അവളെ സ്വസ്ഥയാക്കിയതിന് ശേഷം ഇവനോട് മറുപടി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ വരാഹമൂർത്തി ഈ ഭൂമിയെയും കൊണ്ട് പിന്നെയും ഇവനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, മുകളിലോട്ട് പോവുകയാണ്. അതാണ് തോതം ഋഷൻ നിരകാത് അമ്പുമദ്യാത്. അമ്പുമദ്യാത് നിരകാത്, വെള്ളത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നിർഗമിച്ചു വന്നു, പുറത്തേക്ക് വന്നു. ഇവന്റെ വാക്കുകൾക്ക് തൽക്കാലം മറുപടി കൊടുക്കാതെ, ഇവനോട് പ്രതിരോധിക്കാനൊന്നും പോകാതെ, ആക്രമിക്കാനൊന്നും പോകാതെ ഭഗവാൻ കൂസലില്ലാതെ മുകളിലോട്ട് പൊങ്ങി വന്നു. അതാണ് ദംഷ്ട്രാഗ്രഗാം ഗാം ഉപലക്ഷ്യഭീതാം തോതം ഋഷൻ നിരകാത് അമ്പുമദ്യാത്. ഏതുപോലെ ഗ്രാഹാഹതഃ സകരേണുഹു യഥാ ഇബഹ. യഥാ എന്ന് പറഞ്ഞാൽ ഏതുപോലെ എന്ന് പറയണം. ഏതുപോലെ? ഇബഹ യഥ, ഒരു ആനയെ പോലെ. എവിടുന്ന് വരുന്ന? വെള്ളത്തുനിന്ന് പൊങ്ങി വരുന്ന ആനയാണ്. അപ്പോൾ സകരേണുഹു, കരേണു എന്ന് പറഞ്ഞാൽ പിടിയാന. അപ്പോൾ പിടിയാനകളെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു വലിയ ഗജേന്ദ്രനെ പോലെ. ആ ഗജേന്ദ്രൻ ആരാൽ ആക്രമിക്കപ്പെടുന്നു? ഗ്രാഹാഹതഃ. ഗ്രാഹം എന്ന് പറഞ്ഞാൽ മുതല. മുതലയാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പം മുതല പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ആ മുതലയെ അവഗണിച്ചുകൊണ്ട് തൻ്റെ പിടിയാനയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഈ വലിയ ആന ഗജേന്ദ്രൻ. അതുപോലെ ഭൂമിയെ രക്ഷിക്കാം. ഭൂമിയാണ് ഇവിടുത്തെ പിടിയാനയുടെ സ്ഥാനത്ത്, ഭഗവാൻ വരാഹമൂർത്തി മതയാനയുടെ സ്ഥാനത്ത്, ഹിരണ്യാക്ഷൻ മുതലയുടെ സ്ഥാനത്ത്. അപ്പോൾ ഒരു ജലാശയത്തിൽ നിന്ന്, ഒരു സരസിൽ നിന്ന് തൻ്റെ പിടിയാനയെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു മതയാന എങ്ങനെയാണോ പുറകെ നടന്നുകൊണ്ട് പിടിയാനയെ മുമ്പിലേക്ക് ത്വരിതപ്പെടുത്തിയിട്ട് നീ വേഗം നടക്ക്, ഞാനുണ്ട് പുറകെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുറകിൽ ആക്രമിക്കാൻ വരുന്ന മുതലയെ തൻ്റെ വലിയ കാലുകളെ കൊണ്ട് മാറ്റിക്കൊണ്ട്, ചവിട്ടി അകറ്റിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നത് പോലെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഭൂമിദേവിയോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ ഹിരണ്യാക്ഷൻ്റെ വാക്സരങ്ങളെ, വാക്കുന്തത്തിൻ്റെ പ്രഹരത്തെ ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. ഇവിടെ അത് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. പൗരുഷം കുറവുകൊണ്ടല്ല, ഭഗവാന് ഹിരണ്യാക്ഷനെ എതിരിടാനുള്ള ശക്തിക്കുറവ് കൊണ്ടോ ഭയം കൊണ്ടോ അല്ല. ഇവിടെ പേടിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂമിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഒരു കുറച്ച് നേരത്തേക്ക് ഇവൻ്റെ പീഡനങ്ങളെ സഹിക്കുന്നത് എന്ന് പറയണം. ഒരു ഗജേന്ദ്രൻ തൻ്റെ പിടിയാനയെ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു രംഗമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുറകിൽ ഒരു മുതലയെ പോലെ ചീറ്റിക്കൊണ്ടുവനുണ്ട് ആര്? ഹിരണ്യാക്ഷൻ. സതുദ്യമാനോ അരിതുരുക്തതോമരൈഹി ദംഷ്ട്രാഗ്രഗാം ഗാമുപലക്ഷ്യ ഭീതാം തോദം ഋഷൻ നിരകാദംബുമധ്യാത് ഗ്രാഹാഹതസ്സകരേണുര്യദേവഃ തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോ ദ്വിരദം യഥാചഷഃ കരാളദംഷ്ട്രോ അശനി നിസ്വനോ ബ്രവീത് ഗതഹ്രിയാം കിന്വസതാം വിഗർഹിതം. തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോ ദ്വിരദം യഥാചഷഃ കരാളദംഷ്ട്രോ അശനി നിസ്വനോ ബ്രവീത് ഗതഹ്രിയാം കിന്വസതാം വിഗർഹിതഃ. സലിലാത് നിസ്സരന്തം തം, വീണ്ടും ജലാശയത്തിൽ നിന്ന് നിസ്സരിക്കുക, പുറത്തേക്ക് നിർഗമിക്കുക. ആ നിർഗമിക്കുന്ന അവനോട് എന്നൊക്കെ അർത്ഥമാണ്, വരാഹമൂർത്തിയോട് ജഷഃ ദിരദം യഥാ അനുദ്രുതഃ. ദിരദം എന്ന് പറഞ്ഞാൽ ആന തന്നെയാണ്, രണ്ട് കൊമ്പുള്ളത്. രഥം എന്ന് പറഞ്ഞാൽ രഥനം, കൊമ്പുകളാണ്. കൊമ്പുകൾ ഇവിടെ പല്ല് എന്നുള്ള അർത്ഥത്തിലാണ് രഥനം.
ഇവിടെ ആനയുടെ 2 പല്ലുകൾ തന്നെയാണ് 2 കൊമ്പുകളായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ദ്വിരഥൻ എന്ന് പറഞ്ഞാൽ 2 വലിയ പല്ലുള്ളവൻ, 2 വലിയ കൊമ്പുള്ളവൻ ദ്വിരഥൻ. ആ ദ്വിരഥനെ, ആനയെ എങ്ങനെ യഥാ ജഷഹ, ജഷം എന്ന് പറഞ്ഞാൽ വലിയ മത്സ്യം, മകരമത്സ്യം അല്ലെങ്കിൽ മുതലയും ആണെങ്കിൽ ജഷം എന്ന് പറയാൻ, ജലജന്തു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മകരമത്സ്യം പിന്നാലെ വരുന്നത് പോലെ അനുദ്രുത പുറകെ ഓടി വരിക, പിന്നാലെ അനുഗമിക്കുക. കരാളദംഷ്ട, വലിയ ദംഷ്ടകളോടുകൂടിയവനാണ് ഈ ഹിരണ്യാക്ഷന്റെ ദംഷ്ടകൾ പുറത്തേക്ക് കാണുന്നുണ്ട്, അസുരനാണല്ലോ. അതുപോലെ അശനി നിസ്വനഹ, അവൻ്റെ ശബ്ദം നിസ്വനം, ഇടിവെട്ടും പോലെയുള്ളതായിട്ടുള്ള ശബ്ദത്തോടു കൂടിയവനായിട്ടുള്ള ആ ഹിരണ്യകേശൻ, സ്വർണ്ണ തലമുടിയുള്ളവൻ. ഹിരണ്യാക്ഷൻ തന്നെയാണ് ഇവിടെ ഹിരണ്യകേശൻ എന്നും പറയപ്പെടുന്നത്. ആ ഹിരണ്യകേശൻ ഭഗവാനോട് പറയണം, അബ്രവീത്, ഭഗവാനെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് പറയണം. എന്താ പറയണത്? ഗതഹ്രിയാം അസദാം വിഗർഹിതം കിന്നു. 4 വാക്കുകൾ. ഗതഹ്രിയാം അസദാം വിഗർഹിതം കിന്നു. ഗതഹ്രിയാം എന്ന് പറഞ്ഞാൽ ഹ്രീ എന്നാൽ ലജ്ജ, ഗതഹ്രീ എന്ന് പറഞ്ഞാലോ ലജ്ജയില്ലാത്തവൻ, നാണം കെട്ടവൻ. നാണം കെട്ടതായിട്ടുള്ള അസത്തുക്കൾക്ക് നിന്ദ്യമായിട്ടുള്ളത് എന്താണ്? വിഗർഹിതമായിട്ടുള്ള കർമ്മം എന്താണ്? ഏത് നിന്ദ്യകർമ്മവും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആര്? ഈ നാണം കെട്ടവർ എന്ന് പറയുന്ന വർഗം. നാണം കെട്ടവർക്ക് എന്തും ആവാം. അപ്പൊ അതാണ് ഇപ്പൊ ഭഗവാനെ നോക്കിയിട്ട് ഈ ഹിരണ്യാക്ഷൻ വീണ്ടും പറയുന്നത്. നാണമില്ലാത്തതുകൊണ്ടാണല്ലോ യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും മറുപടി പറയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഭഗവാനെ നാണം കെട്ടവൻ എന്ന് വിളിക്കുന്നത്. നാണം കെട്ടവനെ അല്ലേ, നിനക്ക് എന്തു ആവാ അല്ലേ? നാണം കെട്ടവർക്ക് ഇപ്പൊ എന്താപ്പോ? ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കാതെ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ വീണ്ടും പരിഹസിക്കുകയാണ്. വാസ്തവത്തിൽ അതും ഒരു സ്തുതിയാണ്. ഇവിടെ അർത്ഥത്തിൽ അങ്ങ് ലീലയായി ഓടുന്നു, അങ്ങയുടെ പുറകെ ഞാനും ലജ്ജയില്ലാതെ ഓടുന്നു. അങ്ങനെയുള്ള നിർലജ്ജരായിട്ടുള്ള ഞങ്ങൾക്ക് എന്താണ് അരുതാത്തത് എന്ന് സ്വയം പറയുന്നതായിട്ടും ഇതിനെ അന്വയിക്കാവുന്നതാണ്. ഗതഹ്രിയാം അസതാം, ഞങ്ങളെപ്പോലെയുള്ള നാണമില്ലാത്ത ആളുകൾക്ക് വിഗർഹിതം കിന്നു, എന്ത് തോന്നിയവാസം ആവാലോ എന്നുള്ള മട്ടിൽ നാണമില്ലാതെ അങ്ങയുടെ പുറകെ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും അതിനെ അന്വയിച്ച് വ്യാഖ്യാനിക്കാം. അപ്പോൾ നിന്ദിച്ച് പറഞ്ഞതാണെങ്കിലും സ്വയം പരിഹസിക്കുന്നത് പോലെ ആക്കി തീർക്കാം. തം നിസ്സരന്തം സലിലാദനുദ്രുതോ ഹിരണ്യകേശോ ദ്വിരഥം യഥാ ജഷഃ കരാളദംഷ്ട്രോ അശനി നിസ്വനോ ബ്രവീത് ഗതഹ്രിയാം കിം വസതാം വിഗർഹിതം സഗാം ഉതസ്താത് സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാം അദധാത് സ്വസത്വം അഭിഷ്ടുതോ വിശ്വസൃജാ പ്രസൂനൈഃ ആപൂര്യമാണോ വിബുധൈ പശ്യതോരേഃ. ഭഗവാൻ പിന്നെന്ത് ചെയ്തു എന്ന് പറയണം. സഗാം ഉതസ്താത് സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാമദദാത് സ്വസത്വം അഭിഷ്ടുതോ വിശ്വസൃജാ പ്രസൂനൈഃ ആപൂര്യമാണോ വിബുധൈ പശ്യതോരേഃ. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ വരാഹമൂർത്തി. സലിലസ്യ ഗോചരേ ഉദസ്താത്, സലിലം വെള്ളം, അതിൻ്റെ ഗോചരം എന്ന് പറഞ്ഞാൽ ഉപരിഭാഗത്ത് എന്ന് പറഞ്ഞാൽ കാണുന്ന ഭാഗത്ത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന. വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിൽ ഗോചരമല്ല, അപ്രത്യക്ഷമാണ്. ഇവിടെ ഗോചരമാണ്. അപ്പൊ സലിലസ്യ ഗോചരേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത്, ഗോചരേ ഉദസ്താത് എന്ന് പറഞ്ഞാലും ഉപരിഭാഗത്ത്, വെള്ളത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഗാം വിന്യസ്യ, ഗാം ഭൂമിയെ വിന്യസ്യ ഉറപ്പിച്ചിട്ട്, ഭൂമിയെ ഉറപ്പിച്ചു നിർത്തി, എന്നിട്ട് തസ്യാം ആ ഭൂമിയിലേക്ക് സ്വസത്വം അദധാത്, തന്റെ സത്വത്തെ, സത്വം എന്ന് പറഞ്ഞാൽ തന്റെ ബലത്തെ, തന്റെ ശക്തിയെ, തന്റെ ചൈതന്യത്തെ അങ്ങോട്ട് അദധാത് ധരിപ്പിച്ചു. അപ്പൊ ഭൂമിക്ക് തന്റെ ചൈതന്യം പകർന്നു കൊടുത്തു. എന്തിനാ? ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഭൂമി ആകെ ഭയപ്പെട്ട് ചകിതയായിരിക്കുകയാണ്.
വെള്ളത്തിൻ്റെ മുകളിലാണ് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ തന്നെ ശക്തിയെ പകർന്നു കൊടുത്ത് അവിടെ ധൈര്യമായിട്ടിരിക്കൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുകയാണ്. അതാണ് തസ്യാം സ്വസത്വം അതധാത്. ആ സമയത്ത് വിശ്വസൃജ അഭിഷ്ടുതഃ, വിശ്വസൃഷ്ടാവായ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ പൊങ്ങി വരുമ്പോൾ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നുണ്ട്. അഭിഷ്ടുതനാണ്. അരേഹേ പശ്യതഃ വിബുധൈഹി പ്രസൂനൈഹി ആപൂര്യമാണഃ. അരേഹേ പശ്യതഃ, അരി ശത്രു ഹിരണ്യാക്ഷൻ, പശ്യതഃ സതഃ നോക്കി നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായി? വിബുധൈഹി, വിബുധന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര് ആകാശത്ത് നിന്ന്, പ്രസൂനൈഹി ആപൂര്യമാണഃ പുഷ്പങ്ങളാൽ ആപൂരണം ചെയ്തു, പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടു. ഭൂമിയെ വെള്ളത്തിൻ്റെ ഉപരിഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഭഗവാൻ പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള സമയത്ത് ആകാശത്ത് നിന്ന് ദേവന്മാര് ഭഗവാന്റെ നേർക്ക്, വരാഹമൂർത്തിയുടെ നേർക്ക് പുഷ്പവൃഷ്ടി ചെയ്തു, അദ്ദേഹത്തിന്റെ വിജയത്തെ ആഘോഷിച്ചു എന്ന് അർത്ഥം. സഗാമുദസ്താത് സലിലസ്യ ഗോചരേ വിന്യസ്യ തസ്യാമദധാത് സ്വസത്വം അഭിഷ്ടുതോ വിശ്വസൃജാ പ്രസൂനൈഹി ആപൂര്യമാണോ വിബുധൈ പശ്യതോരേഃ. പരാനുഷക്തം തപനീയോപകൽപം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണ്യഭീക്ഷ്ണം പ്രതുദന്തം ദുരുക്തൈഃ പ്രചണ്ഡമന്യുഃ പ്രഹസൻ തം ബഭാഷേ. പരാനുഷക്തം തപനീയോപകൽപം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണ്യഭീക്ഷ്ണം പ്രതുതന്തം ദുരുക്തൈഃ പ്രചണ്ഡമന്യുഃ പ്രഹസൻ തം ബഭാഷേ. ഇതിൽ ഹിരണ്യാക്ഷനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. ബാക്കിയുള്ള പദങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് പ്രചണ്ഡമന്യുഃ എന്ന് മാത്രം. പ്രചണ്ഡമന്യുഃ ഭഗവാൻ, ഉഗ്രമായ കോപത്തോടുകൂടിയവനായ ഭഗവാൻ. ഇത്രയും നേരം കോപം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഭൂമിയെ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നേരം സഹിച്ച കോപം മുഴുവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പോവുകയാണ്. അതാണ് പ്രചണ്ഡമന്യുഃ, ചണ്ഡമായ മന്യുവോട് കൂടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? പ്രഹസൻ തം ബഭാഷേ എന്നാണ്. പ്രഹസൻ ചിരിച്ചുകൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട്, തം ബഭാഷേ, തം അവനോട് ഭാഷണം ചെയ്തു. ആരോട്? ഹിരണ്യാക്ഷനോട് ഭാഷണം ചെയ്തു. അപ്പൊ ആ തം എന്നുള്ള ഹിരണ്യാക്ഷനെ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള പദങ്ങളാണ് പരാനുഷക്തം തപനീയോപകൽപ്പം മഹാഗതം കാഞ്ചന ചിത്രദംശം ദുരുക്തൈഹി മർമാണി അഭീക്ഷ്ണം പ്രതുതന്തം. 5 വിശേഷണങ്ങൾ. പരാനുഷക്തം എന്ന് പറഞ്ഞാൽ പുറകെ അനുസക്തനായിരിക്കുന്നവൻ, ഒട്ടിപ്പിടിച്ച പോലെ പുറകെ വരുന്നവൻ, പിന്തുടർന്നു വരുന്നവൻ, തന്നെ വിടാതെ പിന്തുടരുന്നവൻ പരാനുഷക്തൻ. അപ്പോൾ പുറകെ വരുന്നവനും. തപനീയ ഉപകൽപ്പം, തപനീയം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ പര്യായമാണ്. ഉപകൽപ്പം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ നിറഞ്ഞവൻ. തപനീയ ഉപകൽപ്പം, സ്വർണാഭരണങ്ങൾ ധാരാളം ധരിച്ചിട്ടുള്ളവൻ. അവൻ തന്നെ സ്വയം സ്വർണ ശരീരമാണ്. സ്വർണവർണ്ണം ശരീരം, സ്വർണ്ണ കണ്ണൻ, സ്വർണ്ണ തലമുടിയൻ, അല്ലേ? ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഹിരണ്യകേശൻ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം മൊത്തം സ്വർണ്ണമയനാണ്. അപ്പോൾ അങ്ങനെയുള്ള തപനീയ ഉപകൽപ്പൻ, ഉപകൽപ്പം ആഭരണങ്ങളാണ്. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്നവനും, മഹാഗതം വലിയ ഗതയെ തോളിൽ പിടിച്ചിരിക്കുന്നവനും, കാഞ്ചന ചിത്രദംശം സ്വർണം കൊണ്ടുള്ള, കാഞ്ചനം കൊണ്ടുള്ള ചിത്രമായ വിചിത്രമായ ദംശം ധരിച്ചിട്ടുണ്ട്. ദംശം എന്ന് പറഞ്ഞാൽ പടച്ചട്ട, ദേഹത്തിൽ ചേർത്ത് വെക്കുന്നത്, ഒട്ടിച്ചു വെക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ പടച്ചട്ടയുടെ പേരാണ് ദംശം ഇവിടെ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? കാഞ്ചന ചിത്രദംശം, സ്വർണം കൊണ്ടുള്ള വിചിത്രമായിട്ടുള്ള അലങ്കാരപ്പണികളോടുകൂടിയ പടച്ചട്ട ധരിച്ചവനും, ദുരുക്തൈഹി മർമാണി അഭീക്ഷ്ണം പ്രതുതന്തം, തൻ്റെ ദുർവചനങ്ങളെ കൊണ്ട് ഭഗവാന്റെ മർമ്മങ്ങളെ അഭീക്ഷ്ണം നന്നായിട്ട് പ്രതുതന്തം നന്നായി വേദനിപ്പിക്കുന്നവൻ, ഭഗവാനെ കുത്തി നോവിക്കുന്നവൻ തൻ്റെ വാക്വജ്രങ്ങളെ കൊണ്ട്, വാക്കുന്തങ്ങളെ കൊണ്ട്, വാക്ശരങ്ങളെ കൊണ്ട് എന്നൊക്കെ പറയാം. ഭഗവാനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനായിട്ടുള്ള തം അവനോട് പ്രചണ്ഡമന്യുഹു വർദ്ധിച്ച കോപത്തോടുകൂടിയ ഭഗവാൻ പ്രഹസൻ ബഭാഷെ പ്രകർഷേണ ഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പൊട്ടിച്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ ആദ്യത്തെ ഫസ്റ്റ്
പ്രിഫറൻസ് കൊടുക്കേണ്ട പണി കഴിച്ചു. ഭൂമിയെ ഉദ്ധരിച്ച് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. നീ സുഖമായിരുന്നോളൂ, ഇവൻ നിന്നെ സ്പർശിക്കില്ല, ഞാൻ നോക്കിക്കോളാം, ഞാനില്ലേ ഇവിടെ രക്ഷകനായിട്ട് എന്ന മട്ടില് ഭൂമിക്ക് ധൈര്യം കൊടുത്ത് ഭഗവാൻ പിന്നെ ഹിരണ്യാക്ഷന്റെ നേരെ തിരിഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാന്റെ മറുപടി, അവൻ എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചു അതിന് തക്കതായിട്ടുള്ള മറുപടി, ചുട്ട മറുപടി. ശ്രീ ഭഗവാൻ ഉവാച. സത്യം വയം ഭോ വനഗോചരാ മൃഗാഃ യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വിഗത്തനം തവ ഗൃഹ്ണന്ത്യഭദ്രാ. സത്യം വയം ഭോ വനഗോചരാ മൃഗാഃ യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വിഗത്തനം തവ ഗൃഹ്ണന്ത്യഭദ്രാ. തിരിച്ച് നല്ല പരിഹാസം കൊടുക്കുകയാണ്, ചുട്ട മറുപടി. എന്താ പറയണ? നീ പറഞ്ഞില്ലേ ഞങ്ങളെ വനഗോചരൻ നിന്ന്, അഹോ വനഗോചരോ മൃഗ എന്ന് പരിഹസിച്ചല്ലോ. അതിന് മറുപടി, സത്യം, നീ പറഞ്ഞത് സത്യം തന്നെയാടോ. വയം വനഗോചര മൃഗാഹ. ഭോ എന്നുള്ളത് അവനെ വിളിക്കുകയാണ്, ഭോ എന്നുള്ളത് സംബോധന. എടോ ഹിരണ്യാക്ഷ, നീ പറഞ്ഞത് സത്യം തന്നെ, ഞങ്ങൾ വനഗോചരങ്ങളായ മൃഗങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ താനൊരു സിംഹമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കാട്ടിൽ കാണുന്ന വനഗോചരമായിരിക്കുന്ന മൃഗം, സിംഹം, കടുവ പോലെയുള്ള വലിയ ശക്തിയുള്ള മൃഗങ്ങളുള്ള കൂട്ടത്തിൽ. എന്നിട്ടോ യുഷ്മദ്വിധാൻ ഗ്രാമസിംഹാൻ മൃഗയെ, നിന്നെ പോലെയുള്ള നായ്ക്കളെ തെരഞ്ഞു നടക്കടാ. പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെയാണ്. ഗ്രാമസിംഹം എന്നുള്ളത് നായയുടെ പര്യായമാണ്. യുഷ്മദ്വിധാൻ എന്ന് പറഞ്ഞാലോ നിന്നെ പോലെയുള്ള ഗ്രാമസിംഹാൻ മൃഗയെ. മൃഗയെ എന്ന് പറഞ്ഞാൽ അഹം മൃഗയെ, ഞാൻ തേടി നടക്കുകയാണ് നിന്നെ പോലെയുള്ള ശ്വാക്കളെ, നിന്നെ പോലെയുള്ള നായ്ക്കളെ തെരഞ്ഞു നടക്കുന്ന കാട്ടുമൃഗമാണടാ ഞാൻ. നീ പറഞ്ഞത് ശരി തന്നെയാണ്. സത്യം വയം ഭോ വനഗോചരാ മൃഗാ യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വിഗത്തനം തവ ഗൃഹ്ണന്ത്യഭദ്രാ. ഏ അഭദ്ര, അമംഗള സംബോധനയാണ്. അമംഗള സ്വരൂപനായിരിക്കുന്നവനെ ദുഷ്ട. മൃത്യുപാശൈഹി പ്രതിമുക്തസ്യ തവ വിഗത്തനം വീരാഹാന ഗൃഹ്ണന്തി. മൃത്യുപാശം എന്ന് പറഞ്ഞാൽ യമന്റെ കയറ്, മൃത്യുവിന്റെ പാശം. ആ യമന്റെ കയറുകൊണ്ട് പ്രതിമുക്തസ്യ, നല്ലതുപോലെ നിന്റെ നേർക്ക് യമൻ കയർ അയച്ചു കഴിഞ്ഞു. യമന്റെ കയറുകൊണ്ട് നീ ബന്ധിതനായി കഴിഞ്ഞു. അങ്ങനെയുള്ള യമന്റെ പാശത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരാള് എന്തെങ്കിലും നിലവിളിച്ച് പറഞ്ഞാൽ അതിന് വിഗത്തനം, നിന്റെ ജൽപ്പനങ്ങളെ, അർത്ഥമില്ലാത്ത വാക്കുകളെ, ഒരു പ്രയോജനമില്ലാത്ത, കാരണം നീ യമന്റെ പാശത്തിൽ ബന്ധിതനായി മരണമാസന്നനായിരിക്കുകയാണ്, മരണം ഉറച്ചിരിക്കുകയാണ്. ദാ ഏത് നിമിഷവും മരണം സംഭവിക്കാം യമന്റെ പാശത്തിൽപ്പെട്ട്. അങ്ങനെയുള്ള നീ കുറെ വെല്ലുവിളിയൊക്കെ പറഞ്ഞാൽ, കുറെ ജൽപ്പനങ്ങളൊക്കെ പറഞ്ഞ ആരാടാ ചെവി കൊടുക്കുക? പ്രത്യേകിച്ച് വീരന്മാര്. വീരാഹാന ഗൃഹ്ണന്തി, വീരന്മാരതൊന്നും സ്വീകരിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. നീ എന്തോ പുലമ്പിയിട്ട് പോകുമെന്ന് വിചാരിച്ച് വിട്ടതാണ് ഞാൻ. കാരണം നീ ഓൾറെഡി നിന്റെ മരണം അടുത്തിരിക്കണു, മൃത്യുവിന്റെ പാശത്തിൽ പെട്ടുകഴിഞ്ഞിരിക്കുന്നു. നീ എന്ത് പറഞ്ഞിട്ട് എന്താണ്? അവസാനത്തെ ജൽപ്പനം, മരണകാലത്തുണ്ടാകുന്ന പിച്ചും പേയും പറച്ചിലായിട്ട് അതിനെ കരുതുള്ളൂ, അല്ലേ? മരണാസന്നമാകുമ്പോൾ ബോധം നഷ്ടപ്പെടും, പിച്ചും പേയും പറയും. ആ കൂട്ടത്തിലാണ് നിന്റെ ഈ ജൽപ്പനങ്ങളെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. നീ ഓൾറെഡി മൃത്യുപാശത്തിലാണ്. നീ എന്നെ കണ്ടതോടു കൂടിയിട്ട് നിന്റെ മൃത്യുപാശം ബന്ധമായി കഴിഞ്ഞു. അതാണ് സത്യം വയം ഭോ വനഗോചരാ മൃഗാഃ യുഷ്മദ്വിധാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാഃ വിഗത്തനം തവ ഗൃഹ്ണന്ത്യഭദ്രാ. നല്ല ചുട്ട മറുപടിയായില്ലേ? നിന്നെ പോലെയുള്ള നായ്ക്കളെ തെരയുന്ന കാട്ടുമൃഗങ്ങളാണടാ ഞങ്ങളൊക്കെ. നിന്നെപ്പോലെ മൃത്യുപാശത്തിൽ ബന്ധനസ്ഥനായി കഴിഞ്ഞിരിക്കുന്ന വിഡ്ഢിയുടെ ജൽപ്പനങ്ങളെ, പിച്ചും പേയിനെയൊക്കെ ആരടാ ചെവി കൊടുക്കാൻ? ഏത് ധീരനാണ് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ആരംഭിച്ചു. യേദേവയം ന്യാസഹരാ രസൗഗസാം ഗദഹ്രിയോ ഗദയാ ദ്രാവിദാസ്തേ
തിഷ്ഠാമഹേദാപി കഥഞ്ചിദാചൗ സ്ഥേയം ക്വയാമോ ബലിനോൽപാദ്യ വൈരം. ഇനി വേറെ പരിഹസിച്ച് പറഞ്ഞു, ലജ്ജയില്ലാത്തവനേ എന്നൊക്കെ പറഞ്ഞില്ലേ പരിഹാസം. നാണം കെട്ടവർക്ക് എന്ത് കൊള്ളരുതായ്മയാണ് ആവാത്തത് എന്ന് ഇവൻ പരിഹസിച്ചിരുന്നു. അതിനെ ഭഗവാൻ ഏറ്റെടുത്തിട്ട്, അതേടാ ഞങ്ങൾക്ക് ലജ്ജയില്ല, എന്താ ചെയ്യുക, ഗതികെട്ടാ പിന്നെ ലജ്ജയില്ലാതാവില്ലേ എന്ന മട്ടില് അതിനും മറുപടി കൊടുക്കുകയാണ് ഭഗവാൻ. ഇപ്പൊ ഭഗവാൻ ഇത്ര നേരം പേടിച്ചോടുന്നവനെ പോലെ ഓടുകയായിരുന്നു അല്ലേ. ഇപ്പൊ നിവൃത്തിയില്ലാതെ തിരിഞ്ഞു നിൽക്കുന്നവനെ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, രസൗകസാം ന്യാസഹരാഹ ഏതേ വയം. ഈ ഞങ്ങള് ഏതേ വയം രസൗകസാം ന്യാസഹരാഹ. നിങ്ങൾ രസാതലവാസികൾ, രസോഗസ്സുകൾ എന്ന് പറഞ്ഞാൽ അസുരന്മാരെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ അസുരന്മാരായ രസാതലവാസികളായ നിങ്ങളുടെ ന്യാസഹരാഹ ഏതേ വയം. ന്യാസം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം, ന്യസിക്കാനുള്ള സ്ഥാനം. അപ്പം നിങ്ങളുടെ വാസസ്ഥാനത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നിക്ഷേപം, ധനം എന്നൊക്കെ അർത്ഥത്തിൽ ന്യാസത്തെ പറയാം. ന്യസിച്ചിരിക്കുന്നത്, എടുത്തു വച്ചിരിക്കുന്നത്, നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പം നീ സൂക്ഷിച്ചു വെച്ച ധനം, ഭൂമി, അതിനെ ഹരിച്ചു കൊണ്ടുവരികയാണ്, അപഹരിച്ചു കൊണ്ടുവരികയാണ്. ഞങ്ങൾ കള്ളന്മാരാണ്. കള്ളന്മാരായ ഞങ്ങൾക്ക് ലജ്ജയില്ല. ഗതഹ്രിയ, നാണമില്ലാത്തവർ തന്നെയാണ് ഞങ്ങൾ. എങ്കിലും തേ ഗതയാ ദ്രാവിദാഹ, നിന്റെ ഗത കൊണ്ട് ഞങ്ങൾ ഓടിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പേടിച്ചോടുകയായിരുന്നു. പക്ഷെ നിവൃത്തിയില്ലാതെ അതാപി കഥഞ്ചിത് ആജൗ തിഷ്ഠാമഹേ. കുറേതായിട്ട് ഗതികെട്ടാൽ തിരിച്ച് ആക്രമിക്കില്ലേ, അതുപോലെ നിന്നാൽ ഗതയാൽ ഓടിക്കപ്പെട്ടിട്ട് കഥഞ്ചിത് പ്രയാസപ്പെട്ടിട്ട് ആജൗ തിഷ്ഠാമഹേ. ആജി എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ആജൗ യുദ്ധത്തിൽ, തിഷ്ഠാമഹേ ഞാൻ നിൽക്കുന്നു, പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്, തിരിച്ചു നിൽക്കുകയാണ്. സ്ഥേയം ബലിന വൈരമുൽപാദ്യ ക്വയാമഹ. സ്ഥേയം എങ്ങനെയെങ്കിലും നിൽക്കണമല്ലോ, എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. സ്ഥേയം ബലിന വൈരമുൽപാദ്യ ക്വയാമഹ. നിന്നെ പോലെയുള്ള ശക്തന്മാരോട്, ബലികളോട്, ബലവാന്മാരോട് വൈരമുണ്ടാക്കിയിട്ടിട്ട് എവിടെ പോയിട്ട് എന്ത് കാര്യം? ഞങ്ങൾ എവിടെ പോയാലും നിന്നെ പോലെയുള്ള ആൾക്കാർ ഓടിച്ചാക്രമിക്കുമല്ലോ. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്നത് നിവൃത്തികേട് കൊണ്ട് തിരിഞ്ഞു നിൽക്കണം. കാരണം നീ വിടാൻ പാവില്ല, നീ നമ്മളെ വിടാതെ പിടിച്ചിരിക്കണു പിന്നാലെ തന്നെ. അപ്പൊ എവിടെ പോയിട്ട് എന്ത് കാര്യം? തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി ഞങ്ങള്, പക്ഷെ നീ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചു. അതാണ്, എങ്ങനെയെങ്കിലും നിൽക്കണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ. അപ്പൊ നിന്നെ പോലെയുള്ള ശക്തന്മാരോട് വൈരമുണ്ടാക്കിയാൽ ലോകത്ത് എവിടെ പോയാലും രക്ഷയില്ല. അപ്പൊ പിന്നെ ഏതായാലും ഒരു കൈ നോക്കാം അല്ലേ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് നിന്നോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട്. കിട്ടിയാൽ ജയിക്കാം, അല്ല പരാജയപ്പെട്ടാൽ എന്തായാലും നിന്റെ കൈകൊണ്ട് മരണം ഉറപ്പാണ്. നീ ഞങ്ങളെ വിടാൻ പോകുന്നില്ല. അപ്പൊ അത് യുദ്ധത്തിൽ മരിക്കാമെന്ന് തീരുമാനിച്ചു എന്ന മട്ടില് പരിഹാസത്തിന് മറുപടി പറയണം. ഏതേ വയം ന്യാസഹരാരസൗഗസാം ഗതഹ്രിയോ ഗതയാ ദ്രാവിദാസ്തേ തിഷ്ഠാമഹേദാപി കഥഞ്ചിദാജൗ സ്ഥേയം ക്വയാമോ ബലിനോൽപാദ്യ വൈരം. ബലിനാ വൈരമുൽപാദ്യ ക്വയാമഹ. എവിടെയും പോകാൻ ഗതിയില്ലാത്തത് കൊണ്ട് നിന്നോടിതാ എതിരിട്ട് നിൽക്കുകയാണ് എന്ന് പറയണം. ത്വം ഭദ്രദാനാം കില യൂതപാദിപോ ഘടസ്വനോ അസ്വസ്തയ അശ്വനൂഹ സംസ്ഥാപ്യ ചാസ്മാൻ പ്രമൃജാശ്രുസ്വകാനാം യസ്വാം പ്രതിജ്ഞാം നാദിപിപർത്യസഭ്യഃ. ത്വം ഭദ്രദാനാം കില യൂതപാദിപോ ഘടസ്വനോ അസ്വസ്തയ അശ്വനൂഹ സംസ്ഥാപ്യ ചാസ്മാൻ പ്രമൃജാശ്രുസ്വകാനാം യസ്വാം പ്രതിജ്ഞാം നാദിപിപർത്യസഭ്യഃ.
പിന്നെയും നീ നിന്റെ ബന്ധുക്കളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനുള്ള മറുപടി കൊടുക്കണം. ഏതായാലും നീ പറഞ്ഞ വാക്ക് പാലിക്കേ. നിന്റെ ബന്ധുക്കളുടെ കണ്ണുനീര് തുടയ്ക്കാനായിട്ട് നീ പ്രതിജ്ഞ ചെയ്തോലോ, അത് പാലിക്കുന്നവൻ തന്നെയാണ് മാന്യൻ, സഭയിലൊക്കെ പ്രവേശിക്കാൻ യോഗ്യൻ. അല്ലെങ്കിൽ അവൻ അസഭ്യനാണ്, സഭയിൽ യോഗ്യതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പറയുകയാണ്. ത്വം ഭദ്രദാനാം യൂതവാദിബഹ കില. ത്വം നീയ് ഭദ്രദാന, ഭദ്രധന്മാരെന്ന് പറഞ്ഞാൽ കാലാൾ സൈന്യം, പദം തന്നെ രഥം, പദം കാല്, അത് തന്നെ രഥം, സഞ്ചരിക്കാനുള്ള മാർഗം, സഞ്ചരിക്കാനുള്ള വാഹനം. അപ്പൊ ഭദ്രധന്മാരെന്ന് പറഞ്ഞാൽ ചതുരംഗ സൈന്യത്തിൽ കാലാൾ സൈന്യത്തിന്റെ പേരാണ് ഭദ്രധന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഭദ്രദാനാം യൂതപാദിബഹ കില എന്ന് പറഞ്ഞാൽ നീ വലിയ സൈന്യത്തിന്റെ, കാലാൾ സൈന്യത്തിന്റെ അല്ലെങ്കിൽ ചതുരംഗ സൈന്യത്തിന്റെ യൂതപാധിപനാണ്, നീ നേതാവാണ്, സൈന്യാധിപനാണ്, സംഘപാലകന്മാരിലെ അധിപനാണ്. അനൂഹ ആശു നഹ അസ്വസ്ഥയേ ഗഡസ്വ. അനൂഹ, ഊഹം എന്ന് പറഞ്ഞാൽ ശങ്ക, ചിന്ത എന്നൊക്കെ അർത്ഥമാണല്ലോ. അനൂഹ എന്ന് പറഞ്ഞാലോ ഊഹം കൂടാതെ, ചിന്താരഹിതനായിട്ട്, പേടിയില്ലാതെ, ശങ്ക കൂടാതെ എന്ത് ചെയ്യാം? നഹ അസ്വസ്ഥയേ ഗഡസ്വ. നഹ ഞങ്ങളുടെ അസ്വസ്ഥത എന്ന് പറഞ്ഞാലോ ഞങ്ങളുടെ നാശത്തിന്. സ്വസ്തി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്, അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാശം. അപ്പൊ ഞങ്ങളുടെ നാശത്തിനായിട്ട് ഗഡസ്വ, ഗഡസ്വ യോജിച്ചോളൂ, ഒരുങ്ങിക്കോളൂ, ഏതായാലും ഒരുങ്ങിക്കോളൂ ഞങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട്. എന്നിട്ടോ അസ്മാൻ സംസ്ഥാപ്യ സ്വകാനാം അശ്രു പ്രമൃജ. അസ്മാൻ ഞങ്ങളെയൊക്കെ സംസ്ഥാപ്യ വധിച്ച ശേഷം, നശിപ്പിച്ച ശേഷം, സ്വകാനം അങ്ങയുടെ സ്വകീയന്മാരായിട്ടുള്ള ആളുകളുടെ അശ്രു പ്രമൃജ കണ്ണുകളെ തുടച്ചു കൊടുക്കൂ, കണ്ണുനീര് തുടച്ചു കൊടുക്കൂ. ഏതായാലും വാഗ്ദാനം ചെയ്തതല്ലേ, ബന്ധുക്കളുടെ കണ്ണുനീര് തുടയ്ക്കും, ശോകങ്ങളെ നീക്കിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ. തീർച്ചയായിട്ടും ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിക്കോളൂ, ഞങ്ങളെ നശിപ്പിച്ച ശേഷം ബന്ധുക്കളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കൂ. അശ്രു പ്രമുജ. യഹ സ്വാം പ്രതിജ്ഞാം ന അതിപിപർത്തി സഹ അസഭ്യ. യഹ ഏതൊരുവനാണോ സ്വാം പ്രതിജ്ഞാം തന്റെ പ്രതിജ്ഞയെ, താൻ പറഞ്ഞ വാക്കിനെ, ന അതിപിപർത്തി, പിപർത്തി എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക, ന അതിപിപർത്തി എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുന്നില്ലയോ, ആരാണോ തന്റെ വാക്ക് പ്രതിജ്ഞയെ പൂർത്തീകരിക്കാതിരിക്കുന്നത്, സഹ അസഭ്യ അവൻ ഒരു സഭയിലും പ്രവേശിക്കാൻ കൊള്ളാത്തവനാണ്. അല്ലേ, നമ്മൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ നാലാളുടെ മുഖത്ത് എങ്ങനെയാ നോക്കുക, സഭയിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുക, സഭയിൽ എങ്ങനെ മാന്യത കിട്ടും? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, പരസ്പരം തമാശ ആക്കിക്കൊണ്ട്, അല്ലേ, ഇതാ വരുന്നു 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 കള്ളൻ, വരുന്നു വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. അപ്പൊ സഭയിൽ പ്രവേശിക്കാൻ കൊള്ളില്ല ആര്? വാക്ക് ലംഘിക്കുന്നവൻ. അതുകൊണ്ട് നീ ഏതായാലും വാഗ്ദാനം ചെയ്തല്ലോ, നിന്റെ ബന്ധുക്കളുടെ ശോകത്തെ നീ തുടച്ചു കളയുമെന്ന്. തീർച്ചയായിട്ടും ഞങ്ങളെ കൊന്നിട്ട് നിന്റെ ബന്ധുക്കളുടെ കണ്ണുനീര് നീ തുടയ്ക്കണം, അല്ലെങ്കിൽ നീ അസഭ്യനായി പോകും, നീ സഭയിൽ പ്രവേശിക്കേണ്ട. കാരണം നീ ഭദ്രദാനാം യൂതപാധിപനാണ്, വലിയ വലിയ സൈന്യത്തിന്റെ നീ നേതാവൊക്കെയാണ്. അതുകൊണ്ട് നീ നേതൃസ്ഥാനത്ത് നിലനിൽക്കണമെങ്കിൽ, എല്ലാവരും നിന്നെ വീണ്ടും ബഹുമാനിക്കണമെങ്കിൽ നീ പറഞ്ഞ വാക്ക് പാലിക്കണം. വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വരൂ, എൻ്റെ അടുത്ത് യുദ്ധത്തിനായി വരൂ, എന്നെ വധിക്കൂ, എന്നിട്ട് നിന്റെ വാക്ക് പാലിക്കൂ, എന്നിട്ട് വീണ്ടും നീ നിന്റെ സൈന്യത്തിന്റെ അധിപനായിട്ടിരിക്കൂ. ത്വം ഭദ്രധാനാം കില യുധബാധിപോ ഗഡസ്വനോ സ്വസ്തയ ആശ്വനോഹ സംസ്ഥാപ്യ ചാസ്മാൻ പ്രമൃജാശ്രുസ്വകാനാം യസ്വാം പ്രതിജ്ഞാം നാദിബിഭർത്യസഭ്യഃ. ഇങ്ങനെ ഭഗവാൻ നല്ല ചുട്ട മറുപടി കൊടുത്തു ഹിരണ്യാക്ഷന്. അദ്ദേഹം പറഞ്ഞതിനൊക്കെ തിരിച്ചടിച്ചു. ഇനി അതാ തിരിച്ച് അവർ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നതിനെക്കുറിച്ച് മൈത്രേയ മഹർഷി തുടരുന്നു. മൈത്രേയ ഉവാച സോദിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാഭൃശം ആജഹാരോൽബണം ക്രോധം ക്രീഡ്യമാനോ അഹിരാടിവ സൃജന്നമർഷിതശ്വാസാൻ മന്യുപ്രചലിതേന്ദ്രിയഃ ആസാദ്യ തരസാ ദൈത്യോ ഗതയാ അഭ്യഹനധരിം. യുദ്ധം ആരംഭിക്കുന്നു.
സോ അധിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാഭൃശം. സഹ ആ ഹിരണ്യാക്ഷൻ ഭഗവതാ അധിക്ഷിപ്ത, ഭഗവാനാൽ നന്നായി അധിക്ഷേപിക്കപ്പെട്ടു. ഇപ്പോൾ നിന്നെ പോലെയുള്ള നായ്ക്കളെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന കാട്ടുജന്തുക്കളാണെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നായാക്കി മാറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അധിക്ഷേപിക്കപ്പെട്ടു. ഭഗവാനാൽ അധിക്ഷേപിക്കപ്പെട്ടവനും ഭൃശം രുഷാ പ്രലബ്ധ, നല്ലതുപോലെ കോപത്തോടുകൂടെ പരിഹസിക്കപ്പെട്ടു. പ്രലബ്ധൻ എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെട്ടു, ഭഗവാനാൽ തന്നെ കോപത്തോടെ പരിഹസിക്കപ്പെട്ടു. സഹ ക്രീഡ്യമാന അഹിരാടിവ ഉൽബണം ക്രോധം മാജഹാര. ആ ഹിരണ്യാക്ഷൻ ക്രീഡ്യമാന അഹിരാട്, അഹിരാട് എന്ന് പറഞ്ഞാൽ അഹി സർപ്പമാണ്, രാട്ട് രാജാവ്. അപ്പൊ സർപ്പങ്ങളിൽ വെച്ച് രാജാവായിരിക്കുന്ന രാജവെമ്പാലൻ അല്ലെ, രാജവെമ്പാല, കിങ് കോബ്ര. ആ രാജവെമ്പാലയ്ക്ക് അതിനെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനെ പരിഹസിക്കാൻ ശ്രമിച്ചാൽ എത്ര കോപം വരും. അതിൻ്റെ വാലിൽ പിടിക്കുകയോ അതിനെ എവിടെയെങ്കിലും പിടിക്കാൻ ശ്രമിക്കുകയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ എത്ര കോപത്തോടുകൂടി അത് ചീറ്റി ആക്രമിക്കാൻ വരും. അതാണ് അഹിരാടിവ, പാമ്പിനെ പോലെ, പാമ്പിന്റെ രാജാവിനെ പോലെ, സർപ്പാധിപനെ പോലെ ഉൽബണം ക്രോധം മാജഹാര, ഭയങ്കരമായ ക്രോധത്തെ സ്വീകരിച്ചു. വലിയ ക്രോധത്തോടുകൂടി ഭഗവാന്റെ നേരെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. സൃജൻ അമർഷിത ശ്വാസാൻ മന്യു പ്രചലിതേന്ദ്രിയ, അവന്റെ ഇന്ദ്രിയങ്ങളൊക്കെ മഞ്ഞുകൊണ്ട് പ്രചലിതം. മഞ്ഞു കോപം, പ്രചലിതം വിറയ്ക്കുക, കമ്പനം ചെയ്യുക. അപ്പൊ അവന്റെ ഓരോ ഇന്ദ്രിയങ്ങളും, കണ്ണും മൂക്കും നാവും എന്ന് പറഞ്ഞ പോലെ കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട് കോപം കൊണ്ട്. മഞ്ഞുപ്രചലിതേന്ദ്രിയ, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അവയവങ്ങളോട് കൂടിയവനായിട്ടും, അമർഷിത, നല്ല ക്രോധം സഹിക്കാൻ പറ്റാത്തവനായിട്ടും, ശ്വാസാൻ സൃജൻ, ശ്വാസോച്ഛ്വാസത്തെ വിസർജിച്ചുകൊണ്ട് ഹും 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 എന്ന് പറഞ്ഞ് വലിയ ശ്വാസം വിട്ടുകൊണ്ട് ആ ദൈത്യ തരസാ ആസാദ്യ, പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പ്രാപിച്ചിട്ട് ഗതയാ ഹരിം അഭ്യഹനത്, ഗത കൊണ്ട് ഹരിയെ അഭിഹനിച്ചു, നന്നായി പ്രഹരിച്ചു. ഭഗവാന്റെ നേർക്ക് ഗത കൊണ്ട് അടിച്ചു എന്നർത്ഥം. അപ്പോൾ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് അമർഷത്തോടുകൂടി, കോപം കൊണ്ട് ചലിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടി ഭഗവാന്റെ നേരെ പാഞ്ഞു ചെന്ന് ഗത കൊണ്ട് ഭഗവാനെ പ്രഹരിച്ചു. സൃജന്നമർഷിത ശ്വാസാൻ മന്യു പ്രചലിതേന്ദ്രിയ ആസാദ്യതരസാ ദൈത്യോ ഗതയാഭ്യഹനധരിം ഭഗവാൻ തു ഗതാവേഗം വിസൃഷ്ടം രിപുണോരസി അവഞ്ചയത്തിരശ്ചീനോ യോഗാരൂഢൈവന്തകം. എന്നാൽ ഭഗവാനാകട്ടെ രിപുണ ഉരസി വിസൃഷ്ടം ഗതാവേഗം, ആ രിപുവായ ശത്രുവായ ഹിരണ്യാക്ഷനാൽ ഉരസി വിസൃഷ്ടം, മാറു നോക്കി പ്രഹരിക്കപ്പെട്ടതായിട്ടുള്ള ആ ഗതയുടെ വേഗത്തെ, ശക്തിയെ, ഗതാവേഗത്തെ ഭഗവാൻ എന്ത് ചെയ്തു? തിരശ്ചീന അവഞ്ചയത്. തിരശ്ചീനനായിട്ട് എന്ന് പറഞ്ഞാലോ നല്ലോണം കുനിഞ്ഞിട്ട് എന്നർത്ഥം. ഭൂമിക്ക് പാരലായി ആള് നെടുകെ നിന്നിരുന്ന ഭഗവാൻ കുനിഞ്ഞു. നാൽക്കാലിൽ നിൽക്കാലോ, പന്നിയല്ലേ അല്ലേ, വരാഹമായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലാവാം. അപ്പൊ പെട്ടെന്ന് കുനിഞ്ഞൊഴിഞ്ഞു മാറി. അവഞ്ചയത് എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു, ഇവനെ പറ്റിച്ചു. ഇവന്റെ ഗത അവന്റെ ഭഗവാന്റെ മുകളിലൂടെ പോയി. ഭഗവാൻ ഏത് ഉയരത്തിൽ നിന്നിരുന്നുവോ ആ ഉയരത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് കുനിഞ്ഞു, തിരശ്ചീനനായി, എന്നിട്ട് വഞ്ചിച്ചു. ഇവന്റെ ഗത അവന്റെ മുകളിലൂടെ വീശിപ്പോയി, ഭഗവാന്റെ മുകളിലൂടെ പോയി. ഏതുപോലെ യോഗാരൂഢ അന്തകമിവ എന്ന ഉപമ പറഞ്ഞു. യോഗാരൂഢൻ എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനി, യോഗസിദ്ധിയെ പ്രാപിച്ചതായിട്ടുള്ള ഒരു മഹാത്മാവ് അന്തകനെ എങ്ങനെയാ വഞ്ചിക്കുക, അതുപോലെ എന്ന് വെച്ചാൽ യമന് യോഗാരൂഢന്മാരെ പിടിക്കാൻ പറ്റില്ല. യമന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞവരാണ് ആര്? യോഗാരൂഢന്മാര്. അപ്പോൾ യോഗാരൂഢന്മാർ യമനെ വഞ്ചിച്ച് മരണത്തിനെ ജയിക്കുന്നത് പോലെ ഇവിടെ ഭഗവാൻ ഇവന്റെ ഗദാപ്രഹരത്തെ ഒഴിഞ്ഞു മാറിക്കൊണ്ട്, കുനിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി അവനെ വഞ്ചിച്ചു. അപ്പൊ അവൻ വീശിയത്, ശക്തിയായിട്ട് വീശിയത് വെറുതെ ആയിപ്പോയി. അവന്റെ ബാലൻസ് പോയിട്ടുണ്ട്, അവൻ കടന്ന് കറങ്ങിയിട്ടുണ്ടാവും ഒന്ന്. ഭഗവാൻ തു ഗദാവേഗം വിസൃഷ്ടം രിപുണോരസി അവഞ്ചയത്തിരശ്ചീനോ യോഗാരൂഢൈവന്തകം പുനർഗദാം സ്വാമാദായ ഭ്രാമയന്തം അഭീക്ഷ്ണശഃ അഭ്യധാവത് ഹരി ക്രുദ്ധഃ സംരംഭാത് ദഷ്ടദച്ഛതഃ.
ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറയണം. പിന്നെ ഭഗവാൻ കുനിഞ്ഞു മാറിയതിനു ശേഷം സ്വാം ഗതാമാതായ, തൻ്റെ ഗതയെ സ്വീകരിച്ചുകൊണ്ട് അഭീക്ഷ്ണശഃ ഭ്രാമയന്തം, ആ ഗതയെ പല പ്രാവശ്യം ഇങ്ങനെ കറക്കി. ഭഗവാൻ കയ്യിൽ പിടിച്ചിട്ട് ആ ഗതയെ പിടിച്ചത് പല പ്രാവശ്യം കറക്കി. എന്നിട്ടോ സംരംഭാത് ദഷ്ടതച്ഛതഃ, സംരംഭം കോപം കൊണ്ട് ദഷ്ടതച്ഛതഃ, ദച്ഛതം എന്ന് പറഞ്ഞാൽ ദന്തച്ഛതം, ദന്തത്തെ മറയ്ക്കുന്ന ചുണ്ട്, അത് ദഷ്ടം, ദംശിക്കുന്നവനായിട്ട്, ചുണ്ട് കടിക്കുന്നവനായിട്ട് എന്നർത്ഥം. കോപം കൊണ്ട് ചുണ്ട് കടിക്കുന്നവനായിട്ട് ദഷ്ടതച്ഛതഃ ക്രുദ്ധനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ഹരിഹി ക്രുദ്ധഃ അഭ്യതാവത്, അവന്റെ നേരെ പാഞ്ഞു വന്നു. ഹിരണ്യാക്ഷന്റെ നേരെ ഗദയും ചുഴറ്റിക്കൊണ്ട് പല്ലും കടിച്ചു ചുണ്ടും കടിച്ചുകൊണ്ട് കോപാവേശത്തോടുകൂടെ ഹിരണ്യാക്ഷന്റെ നേരെ പാഞ്ഞു വന്നു. പുനർഗതാം സ്വാമാദായ ഭ്രാമയന്തമഭീക്ഷ്ണശഃ അഭ്യധാവത് ഹരിക്രുദ്ധഃ സംരംഭാത് ദഷ്ടദച്ഛതഃ തതശ്ച ഗദയാ അരാതിം ദക്ഷിണസ്യാം ബ്രുവി പ്രഭുഃ ആജഗ്നേ സതുതാം സൗമ്യ ഗദയാ കോവിദോ അഹനത്. തതശ്ച അനന്തരം പ്രഭു, സർവശക്തനായിട്ടുള്ള ഭഗവാൻ, അരാതിം ശത്രുവിനെ, തൻ്റെ ശത്രുവായ ഹിരണ്യാക്ഷനെ ദക്ഷിണസ്യാം ബ്രുവി, വലത്തെ പുരുകം നോക്കിയിട്ട്, കണ്ണ് നോക്കിയിട്ട് എന്നൊക്കെ അർത്ഥം, വലത്തെ പുരുകത്തിലേക്ക് ഗതയാ ആജഗ്നെ, തൻ്റെ ഗത കൊണ്ട് ആഹനിച്ചു, പ്രഹരിച്ചു, ഗത കൊണ്ട് ആഞ്ഞടിച്ചു ഇവന്റെ പുരുകത്തിന്റെ നേർക്ക്. പക്ഷേ സഹതു, ഹേ സൗമ്യ, അല്ലയോ വിതുര, സഹതു, അവനാവട്ടെ മിടുക്കനാണവൻ, കോവിദഃ, സമർത്ഥനാണ്, ജയവിജയന്മാരിൽ വിജയനല്ലേ, മോശക്കാരനല്ല, അവൻ സമർത്ഥനായതുകൊണ്ട് ഗതയാ അഹനത്, തൻ്റെ ഗത കൊണ്ട് ഭഗവാന്റെ ഗതാപ്രഹരത്തെ തടുത്തു. ഗതയാ അഹനത് എന്ന് തിരിച്ചടിച്ച് തൻ്റെ കണ്ണിൽ കൊള്ളാതെ ഭഗവാന്റെ ഗതയെ തടഞ്ഞു എന്നർത്ഥമാണ്. മിടുക്കൻ, കോവിദനാണവൻ, യുദ്ധകോവിദനാണ്. അപ്പോൾ തതശ്ച ഗതയാരാതിം ദക്ഷിണസ്യാം ബ്രുവി പ്രഭുഃ ആജഗ്നേ സതുതാം സൗമ്യ ഗതയാ കോവിദോ ഹനത്. ഏവം ഗദാഭ്യാം ഗുർവീഭ്യാം ഹര്യക്ഷോ ഹരിരേവ ച ജിഗീഷയാ സുസംരബ്ധൗ അന്യോന്യം അഭിജഗ്നദുഃ. ഏവം ഇപ്രകാരം ഗുർവീഭ്യാം ഗദാഭ്യാം, നല്ല ഗുർവികൾ എന്ന് പറഞ്ഞാൽ വലുത്, ഗൗരവമേറിയത്, ഭാരമേറിയത് എന്നൊക്കർത്ഥം. നല്ല ഭാരമുള്ള രണ്ട് ഗതകളെ കൊണ്ട് പരസ്പരം, ഹിരണ്യാക്ഷന്റെ ഗതയും മോശമല്ല, ഭഗവാന്റെ ഗതയും മോശമല്ല, അങ്ങനെയുള്ള രണ്ട് ഗതകളെ കൊണ്ട് ഹര്യക്ഷഃ ഹരിരേവച, ഹര്യക്ഷൻ ഹിരണ്യാക്ഷൻ, ഹരി ഭഗവാൻ, അവർ രണ്ടുപേരും ജിഗീഷയ, രണ്ടുപേർക്കും ജയിക്കാനുള്ള ഇച്ഛയുണ്ട്. ജിഗീഷ ജേതുമിച്ഛ, ജയിക്കാനുള്ള ഇച്ഛ നിമിത്തം സുസംരബ്ധൗ, രണ്ടുപേരും നല്ല കോപമുള്ളവരായിട്ട്, സംരംഭം കോപമാണ്, സുസംരബ്ധൗ നല്ലതുപോലെ കോപിച്ചവരായിട്ട്, അന്യോന്യം അഭിജഗ്നദുഃ പരസ്പരം പ്രഹരിച്ചു കൊണ്ടിരുന്നു. നേർക്ക് നേർക്ക് അടിക്കുകയാണ് ഗത കൊണ്ട്. രണ്ടുപേരുടെ ഗതയും മോശമല്ല, നല്ല ഭാരമുള്ള ഗതകൾ കൊണ്ട്. ജയിച്ച രണ്ടുപേർക്കുണ്ട്, രണ്ടുപേരും മിടുക്കന്മാരാണ്. അപ്പോൾ ഹര്യക്ഷനും ഹരിയും തമ്മിൽ യുദ്ധം ആയി. ഏവം ഗദാഭ്യാം ഗുർവീഭ്യാം ഹര്യക്ഷോ ഹരിരേവ ച ജിഗീഷയാ സുസംരബ്ധൗ അന്യോന്യം അഭിജഗ്നദുഃ. തയോസ്പൃതോസ്തിഗ്മഗദാഹദാംഗയോഃ ക്ഷതാസ്രവഗ്രാണ വിവൃദ്ധമന്വോഃ വിചിത്രമാർഗാൻ ചരതോർജിഗീഷയാ വ്യഭാദിളായാം ഇവ ശുഷ്മിനോർമൃതഃ. തയോസ്പൃതോസ്തിഗ്മഗദാഹദാംഗയോഃ ക്ഷതാസ്രവഗ്രാണ വിവൃദ്ധമന്വോഃ വിചിത്രമാർഗാൻ ചരതോർജിഗീഷയാ വ്യഭാദ് ഇളായാമിവ ശുഷ്മിനോർമൃതഃ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഏതുപോലെ എന്ന് അവസാനത്തെ വരിയിലൊരു ഉപമ പറയുകയാണ്. ശുഷ്മിനോഹോ ഇളായാമിവ മൃതഃ. ഇള എന്ന് പറഞ്ഞാൽ ഭൂമി എന്നും അർത്ഥമുണ്ട്, പശു എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടുപേരുടെ യുദ്ധമാണ്.
ഹിരണ്യാക്ഷൻ്റെയും ഭഗവാന്റെയും വരാഹമൂർത്തിയുടെയും. എന്നാൽ ഒരു പശുവിന് വേണ്ടി, ഇള എന്നത് പശു എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോൾ പശുവിന് വേണ്ടി രണ്ട് കാളക്കൂറ്റന്മാർ തമ്മിൽ പൊരുതും പോലെ. അതാണ് ശുഷ്മിണോഹോ. ശുഷ്മി എന്നുള്ളത് ശുഷ്മിന് എന്നുള്ള ശബ്ദമാണ് കാളക്കൂറ്റൻ. അതിൻ്റെ ഷഷ്ടി ദ്വിവചനമാണ് ശുഷ്മിണോഹോ. രണ്ട് കാളക്കൂറ്റന്മാരുടെ മൃദഹ യുദ്ധം. അപ്പൊ രണ്ട് കാളക്കൂറ്റന്മാർ തമ്മിൽ ഒരു പശുവിന് വേണ്ടി പൊരുതുക. ഇവൾ എന്റെയാണ് എന്ന് പറഞ്ഞ് ആ പശുവിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി രണ്ട് കാളക്കൂറ്റന്മാർ തമ്മിലുള്ള പൊരുതൽ പോലെ ഭഗവാനും ഈ ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഏതുപോലെ തയോഹോ സ്പൃതോഹോ തിഗ്മഗദാഹദംഗയോഹോ. തിഗ്മം എന്ന് പറഞ്ഞാൽ നല്ല തീക്ഷ്ണമായ ധാരകളൊക്കെ ഉള്ള ഗദ. അവരുടെ രണ്ടുപേരുടെയും ഗദ നല്ല മൂർച്ചയുള്ള എഡ്ജസ് ഒക്കെ ഉണ്ട് അതിൽ. അങ്ങനെയുള്ള ധാരകളോടുകൂടിയ ഗദകൾ കൊണ്ട് ഹത അംഗയോഹോ, രണ്ടുപേരുടെയും അംഗം, ശരീരം ഹനിക്കപ്പെടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിക്കുന്നുണ്ട്. ഇപ്പം രണ്ടുപേരുടെ ശരീരത്തിലും ഗദാപ്രഹരം ഏൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള അംഗത്തോടുകൂടിയവരും അതുപോലെ ക്ഷതാസ്രവഗ്രാണ വിവൃദ്ധ മന്യോഹോ. മന്യു കോപമാണ്, അതിൻ്റെ ഷഷ്ടി ദ്വിവചന ശബ്ദമാണ് ഇവിടെ മന്യോഹോ. യകാരവും വകാരവും അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, മന്യോഹോ എന്ന്. അപ്പോൾ വിവൃദ്ധ മന്യു എന്ന് പറഞ്ഞാലോ വർദ്ധിച്ച കോപം ഉള്ളവൻ, അതിൻ്റെ ദ്വിവചനം ഷഷ്ടി. വിവൃദ്ധ മന്യോഹോ, വർദ്ധിച്ച കോപം. എങ്ങനെയാണ് കോപം വർദ്ധിക്കുന്നത് ഇവിടെ? ക്ഷതാസ്രവ ഗ്രാണം കൊണ്ട്. ക്ഷതാസ്രവം എന്ന് പറഞ്ഞാൽ, ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവാണ്, അതിൽ നിന്നുള്ള ആസ്രവം രക്തമാണ് അല്ലേ? മുറിവിൽ നിന്ന് ഒഴുകുന്നത് രക്തം. ആ രക്തം ഗ്രാണിച്ചാൽ, രക്തം മണത്തു കഴിഞ്ഞാൽ വീരന്മാർക്ക് കോപം കൂടും, വാശി കൂടും. യുദ്ധരംഗത്തൊക്കെ അങ്ങനെയാണ്. അതിപ്പോൾ മൃഗങ്ങൾ തമ്മിലാണെങ്കിലും അങ്ങനെയാണ്. ഇവിടെ കാളക്കൂറ്റന്മാർ തമ്മിലാണ്. അപ്പോൾ അവർ തമ്മിൽ രക്തം മണത്തുകൊണ്ടുള്ള വർദ്ധിച്ച കോപത്തോടു കൂടിയവരായിട്ട് യുദ്ധം ചെയ്യുന്നു എന്നാണ്. വിവൃദ്ധ മന്യോഹോ ക്ഷതാസ്രവഗ്രാണ വിവൃദ്ധ മന്യോഹോ. അവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന്, രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നുണ്ട്. ആ രക്തം മണത്ത് അതിൽ നിന്ന് ക്രോധം വർദ്ധിച്ചവരായിട്ട് എന്ത് ചെയ്യണു? ഇളായാം, ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്, ജിഗീഷയാ, ജയിക്കുവാൻ വേണ്ടിയിട്ട്, വിചിത്ര മാർഗാൻ ചരതോഹോ, പുതിയ പുതിയ അടവുകൾ പയറ്റുന്നവരായിട്ട് എന്നർത്ഥം. വിചിത്രങ്ങളായ മാർഗങ്ങൾ ചരിക്കുന്നവർ. എങ്ങനെയായാൽ ജയിക്കാം, 18 അടവും പയറ്റുക എന്നൊക്കെ പറഞ്ഞ പോലെ വിചിത്രങ്ങളായ മാർഗങ്ങളെ ചരിക്കുന്നവരായിട്ട്, സ്പൃതോഹോ തയോഹോ, സ്പർദ്ധിക്കുന്നവരായ അവർ രണ്ടുപേരുടെയും. സ്പൃതി എന്ന് പറഞ്ഞാൽ പരസ്പരം സ്പർദ്ധ ഉണ്ടായിരിക്കുക. ആ സ്പൃതോഹോ എന്നുള്ളതും ഷഷ്ടി ദ്വിവചനം. സ്പർദ്ധിക്കുന്നവരായ അവർ രണ്ടുപേരുടെയും മൃദഹ യുദ്ധം ഏതുപോലെയായി? ഇളായാം സുഷ്മിനോഹോ ഇവ വ്യഭാത്. പശുവിന് വേണ്ടി രണ്ട് കാളക്കൂറ്റന്മാർ തമ്മിലുള്ള യുദ്ധം പോലെ ശോഭിച്ചു. വ്യഭാത് വിശേഷേണ അഭാത്, നന്നായി ശോഭിച്ചു, ഭാസിച്ചു എന്നർത്ഥം. അപ്പോൾ വലിയ രണ്ട് കാളക്കൂറ്റന്മാർ ഒരു പശുവിന് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെ ഈ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് വർദ്ധിച്ച കോപത്തോടുകൂടി പൊരുതുകയാണ്. തയോസ്പൃതോസ്തിഗ്മഗദാഹതംഗയോ ക്ഷതാസ്രവഗ്രാണ വിവൃദ്ധമന്യോ വിചിത്രമാർഗാൻ ചരതോർജിഗീഷയാ വ്യഭാതിളായാമിവ ശുഷ്മിണോർമൃദഃ. ദൈത്യസ്യ യജ്ഞാവയവസ്യ മായയാ ഗൃഹീത വാരാഹതനോർമഹാത്മനഃ കൗരവ്യ മഹ്യാം ദിശതോർവിമർദ്ദനം ദിദൃക്ഷുരാഗാത് ഋഷിഭിർവൃതസ്വരാട്. ഇവിടെ ആകാശത്ത് ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും ഒക്കെ ഋഷികളും ഒക്കെ വന്ന് ഈ യുദ്ധം കാണാൻ വന്ന് നിരന്നു നിന്നു എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. ഹേ കൗരവ്യ എന്ന സംബോധനയുണ്ട്. വിതുരനെ സംബോധന ചെയ്യുന്നു മൈത്രേയ മഹർഷി. അല്ലയോ കൗരവ വംശത്തിൽ ജനിച്ചവനെ വിതുര. കൗരവ്യ ദൈത്യസ്യ, ദൈത്യനായ ഹിരണ്യാക്ഷനും യജ്ഞാവയവസ്യ, യജ്ഞാവയവനായ യജ്ഞമൂർത്തിയായ ഭഗവാന്റെ അവയവങ്ങളൊക്കെ യജ്ഞസ്വരൂപമായിട്ട് കൽപ്പിച്ചു.
ഇപ്പം യജ്ഞങ്ങളാകുന്ന അവയവങ്ങളോടുകൂടിയവനും മായയാ ഗൃഹീത വാരാഹതനോഹോ മഹാത്മനഃ, മായ കൊണ്ട് വരാഹമൂർത്തിയെ ധരിച്ചിരിക്കുന്നവനായ ആ മഹാത്മാവായ ഭഗവാനും തമ്മിൽ മഹ്യാം ദിശദോഹോ, മഹി ഭൂമിക്ക് വേണ്ടി പരസ്പരം ശത്രുതയോടുകൂടി ദേഷ്യത്തോടുകൂടിയവരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ വിമർദ്ദനം ദിദൃക്ഷുഹു, അവർ തമ്മിലുള്ള ആ വിമർദ്ദനത്തെ, പരസ്പരമുള്ള യുദ്ധത്തെ, പ്രഹരത്തെ ദിദൃക്ഷുഹു കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടി, ദ്രഷ്ടുമിച്ഛ ദിദൃക്ഷ, അതുള്ളവൻ ദിദൃക്ഷു. ആരാണ് ഇവിടെ? ബ്രഹ്മദേവനെ കുറിച്ചാണ് പറയുന്നത്. ദിദൃക്ഷുവായിട്ടുള്ള സ്വരാട് എന്ന് പറഞ്ഞു. ഇവിടെ സ്വരാട് എന്നുള്ളത് ബ്രഹ്മദേവനെ ഉദ്ദേശിച്ചുകൊണ്ട്, സ്വയം രാജിക്കുന്നവൻ, സ്വയം ഭവിച്ചവൻ, സ്വയംഭൂ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. സ്വരാട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനും സ്വരാടാണ്, സ്വർഗത്തിന്റെ രാജാവ് എന്നാണ് അവിടെ അർത്ഥം. ശബ്ദം അവിടെ സ്വർഗം, രാട്ട് എന്നുള്ളത് രാജാവ് എന്നുള്ള അർത്ഥത്തിൽ. സ്വരാട് സ്വർഗരാജാവ്. ഇവിടെ സ്വയം പ്രകാശസ്വരൂപൻ, സ്വയം ഭവിച്ചവൻ, സ്വയംഭൂവായ ബ്രഹ്മദേവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഈ യുദ്ധം കാണാൻ ഋഷിഭിഹി വൃതഃ ആഗാത്, ഋഷിമാരാൽ, മരീച്യാദി പ്രജാപതിമാരാൽ വൃതനായിട്ട്, ചുറ്റപ്പെട്ടവനായിട്ട് ആഗാത് എന്ന് പറഞ്ഞാൽ ആഗമിച്ചു, വന്നു ചേർന്നു. ഇപ്പൊ നേരത്തെ തന്നെ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പൊ മരീച്യാദി ഋഷിമാരും അതുപോലെ ബ്രഹ്മദേവനും ഈ ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള ഗംഭീര യുദ്ധം കാണാനായി കൊണ്ടുവന്ന് ആകാശത്തിൽ വന്നു നിന്നു എന്നർത്ഥം. ദൈത്യസ്യ യജ്ഞാവയവസ്യ മായയാ ഗൃഹീത വാരാഹതനോർമഹാത്മനഃ കൗരവ്യ മഹ്യാം ദിശതോർ വിമർദ്ദനം ദിദൃക്ഷുരാഗാത് ഋഷിഭിർവൃതസ്വരാട്. ആസന്ന സൗണ്ടീരം അപേതസാധ്വസം കൃതപ്രതീകാരം അഹാര്യ വിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവാൻ സഹസ്രണീഃ ജഗാദ നാരായണമാദിസൂകരം. ആസന്ന സൗണ്ടീരമപേതസാധ്വസം കൃതപ്രതീകാരമഹാര്യ വിക്രമം വിലക്ഷ്യ ദൈത്യം ഭഗവാൻ സഹസ്രണീഃ ജഗാദ നാരായണമാദിസൂകരം. ഇവിടെ സഹസ്രണീഹി ഭഗവാൻ എന്നൊക്കെ പറയുന്നത് ബ്രഹ്മദേവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എല്ലാവരെയും നയിക്കുന്നവൻ, ആയിരക്കണക്കിന് ആളുകളെ നയിക്കുന്നവൻ സഹസ്രണി. ഭഗവാൻ സർവജ്ഞൻ എന്നൊക്കെ അർത്ഥത്തിൽ ഐശ്വര്യാദി പരിപൂർണനായ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ആദിസൂകരം നാരായണം ജഗാദ, നാരായണം ആദിസൂകരം ജഗാദ, നാരായണനായ അല്ലെങ്കിൽ ആദിസൂകര വേഷത്തിൽ വന്നിരിക്കുന്ന നാരായണനോട് ജഗാദ ഗതിച്ചു, ഗതനം ചെയ്തു, പറഞ്ഞു എന്നർത്ഥം. അപ്പൊ ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുകയാണ്, വരാഹമൂർത്തിയോട് പറയുന്നു എന്ന് പറയാണ്. അത് അടുത്ത ശ്ലോകം തൊട്ട് ബ്രഹ്മദേവന്റെ വചനമാണ്. അപ്പൊ എന്ത് കണ്ടിട്ട് എന്ത് ചെയ്തിട്ട് എന്നൊക്കെ പറയണം മുമ്പേ. ആസന്ന സൗണ്ടീരം അപേതസാധ്വസം കൃതപ്രതീകാരം അഹാര്യ വിക്രമം ദൈത്യം വിലക്ഷ്യ. ദൈത്യനെ കണ്ടിട്ട്, ദൈത്യനാരാ അവിടെ? ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യാക്ഷനെ വിശേഷിപ്പിക്കുന്നതാണ് ആദ്യത്തെ 2 വരിയിൽ 4 പദങ്ങൾ. എന്തൊക്കെയാണ്? ആസന്ന സൗണ്ടീരം. സൗണ്ടീരം എന്ന് പറഞ്ഞാൽ നല്ല പരാക്രമം, ഉത്സാഹം എന്നൊക്കെ അർത്ഥം. അത് ആസന്നം, നല്ലതുപോലെ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ നല്ല പരാക്രമമുള്ളവൻ, നല്ല വീര്യത്തോടു കൂടിയവൻ. ആര്? ഈ അസുരൻ. അപേത സാധ്വസം. സാധ്വസം എന്നാൽ ഭയമാണ്. അത് അപേതം, എവിടെയോ പോയി, ഭയമില്ലാത്തവൻ എന്നർത്ഥം. നിർഭയനായിട്ട്, അല്പം പോലും ഭയമില്ലാത്തവനായിട്ട്, കൃതപ്രതീകാരം, ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ പ്രതികാരം ചെയ്യുന്നവനായിട്ട്, ഭഗവാൻ ആക്രമിക്കുന്നതിനെയൊക്കെ എതിർക്കുന്നവനായിട്ട്, ഡിഫെൻഡ് ചെയ്യുന്നവനായിട്ട്, കൃതപ്രതീകാരം. അതുപോലെ അഹാര്യ വിക്രമം, അവന്റെ വിക്രമവും അഹാര്യം, ആർക്കും അടക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ടുള്ള പരാക്രമം, അസഹ്യമായിട്ടുള്ള പരാക്രമത്തോടു കൂടിയവൻ. ഇങ്ങനെ 4 വിശേഷണങ്ങൾ ഹിരണ്യാക്ഷനെ പറഞ്ഞതാണ്. ആസന്ന സൗണ്ടീരം അപേതസാധ്വസം കൃതപ്രതീകാരം അഹാര്യ വിക്രമം ദൈത്യം. ആ ദൈത്യനെ വിലക്ഷ്യ കണ്ടിട്ട് ആ സഹസ്രണീയായ എല്ലാവരുടെയും നേതാവായ ബ്രഹ്മദേവൻ ആദിസൂകരം നാരായണം ജഗാദ,
ആ ആദിവരാഹമൂർത്തിയായ നാരായണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാണ്. ആ ബ്രഹ്മദേവന്റെ വചനങ്ങളാണ് അടുത്ത് വരുന്നത്. ബ്രഹ്മോവാച യേഷതേ ദേവദേവാനാം അംഗ്രിമൂലമുപേയുഷാം വിപ്രാണാം സൗരഭേയീനാം ഭൂതാനാമപി അനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മദ് രാദ്ധവരോസുരഃ അന്വേഷൻ അപ്രതിരതോ ലോകാൻ അടതി കണ്ടകഃ മൈനം മായാവിനം ദൃപ്തം നിരങ്കുശം അസത്തമം ആക്രീഡ ബാലവദ്ദേവ യദാശീവിഷം ഉത്തിതം നയാവദേശവർദ്ധേത സ്വാം വേളാം പ്രാപ്യ ദാരുണഃ സ്വാം ദേവമായാമാസ്തായ താവജ്ജഹ്യഘം അച്യുത. അപ്പൊ എന്താണ് ബ്രഹ്മദേവന് പറയാനുള്ളത് എന്നുള്ളത് ഈ പ്രധാനമായിട്ട് 25-ാം ശ്ലോകത്തിലാണ് വരുന്നത്. അപ്പോൾ മുകളിലുള്ളതൊക്കെ അതിലൂടെ അന്വയിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം ഈ ഹിരണ്യാക്ഷനെ കുറിച്ച് അല്പം പ്രശംസിച്ചുകൊണ്ട് ഇവൻ മോശക്കാരനല്ല, ഇപ്പൊ തന്നെ ഇവന്റെ പരാക്രമം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പൊ പകലാണ്. ഈ പകൽ സമയത്ത് തന്നെ ഇവന്റെ പരാക്രമം ഇത്രയാണെങ്കിൽ സന്ധ്യാവേളയായാൽ പറയേണ്ടതുണ്ടോ എന്നാണ്. അസുരന്മാർക്ക് സന്ധ്യാവേളയിലും രാത്രിയാവും തോറും ശക്തി കൂടിക്കൂടി വരും. അതുകൊണ്ട് പകൽ തന്നെ സന്ധ്യയാവുന്നതിന് മുമ്പേ തന്നെ ഇവന്റെ പണി കഴിക്കൂ, ഇവനെ വളരാൻ വിടരുത്. സന്ധ്യയായാൽ അവൻ വർദ്ധിച്ച ശക്തിയോടുകൂടിയവനായിത്തീരും, പിന്നെ ഇവനെ വധിക്കാൻ പ്രയാസമായിത്തീരും. അതുകൊണ്ട് വേഗം പണി കഴിക്കൂ എന്നുള്ളതാണ് ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അതാണ് ബ്രഹ്മോവാച. ഏഷത്തെ ദേവദേവാനാം അംഗ്രിമൂലമുപേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാമപി അനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മദ് രാദ്ധവരോ അസുരഃ. ഏഷഃ അസുരഃ, ഈ അസുരൻ, ഈ ഹിരണ്യാക്ഷൻ, അസ്മദ് രാദ്ധവരഃ, എന്നിൽ നിന്ന് വരങ്ങൾ നേടിയവനാണ്. അങ്ങനെയുള്ള ശക്തനായിട്ടുള്ള ഇവൻ എന്ത് ചെയ്യണു? ഹേ ദേവ, ദേവദേവാനാം എന്നുള്ളതിൽ ആദ്യത്തെ ഒരു ദേവ എന്നുള്ളത് സംബോധനയും പിന്നെ ദേവാനാം എന്നുള്ളത് പിരിച്ചു കൊടുക്കണം. അപ്പൊ ഹേ തേ അംഗ്രിമൂലം ഉപേയുഷാം ദേവാനാം, അങ്ങയുടെ അംഗ്രിമൂലത്തെ പാദമൂലത്തെ ഉപേയുഷാം ശരണം പ്രാപിച്ചിരിക്കുന്നവരായ ദേവന്മാർക്കും, അതുപോലെ വിപ്രാണാം ബ്രാഹ്മണർക്കും, സൗരഭേയീണാം, സൗരഭേയി എന്ന് പറഞ്ഞാൽ സുരഭിയുടെ വംശത്തിൽ പിറന്നവർ പശുക്കൾ, പശുക്കളെയാണ് സൗരഭേയികൾ എന്ന് പറയുന്നത്. അപ്പൊ പശുക്കൾക്കും, സർവഭൂതാനാം സകല പ്രാണികൾക്കും, അനാഗസാമപി നിരപരാധികൾക്ക് പോലും, നിരപരാധികളെ പോലും ഉപദ്രവിക്കുന്നവൻ, അതാണ് ആഗസ്കൃത്. അനാഗസാമപി ആഗസ്കൃത്, നിരപരാധികളെ പോലും. ആഗസ് എന്ന് പറഞ്ഞാൽ അപരാധം, ദോഷം എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ ആഗസ്കൃത് അപരാധം ആരോപിക്കുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയും ചെയ്യുന്ന, അപരാധം ചെയ്യുന്നവനും. അപ്പൊ നിരപരാധികളെ പോലും ആക്രമിക്കുന്നവനാണ് ഈ അസുരൻ. എന്നിൽ നിന്ന് വരം മേടിച്ചിട്ട് ശക്തനായിരിക്കുകയാണ്. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന, അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്ന ദേവന്മാര്, വിപ്രന്മാര്, പശുക്കള്, മറ്റ് എല്ലാവരും, അതുപോലെ തന്നെ നിരപരാധികളെ പോലും ഉപദ്രവിക്കുന്നവനാണ്. ഭയകൃത്, എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്നവനാണ്. ദുഷ്കൃത്, എല്ലാവരുടെ നേരെയും ദുഷ്കൃതം ചെയ്യുന്നവനാണ്, അപരാധം ചെയ്യുന്നവനാണ്. ഏഷഃ കണ്ടകഃ അസുരഃ, ഇവൻ കണ്ടകനാണ്. കണ്ടകൻ എന്ന് പറഞ്ഞാൽ മുള്ളുപോലെ എല്ലാവരുടെയും ജീവിതത്തെ എന്താ പറയുക, ദുഃഖമാക്കുന്നവൻ, പീഡിപ്പിക്കുന്നവൻ ഈ അസുരൻ. ഏഷഃ അസുരഃ കണ്ടകഃ, തൊണ്ടയിൽ കുരുങ്ങിയ മുള്ളുപോലെയാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ എന്നിൽ നിന്ന് വരം മേടിച്ചിരിക്കുന്നു. അപ്രതിരതഃ, ഇവന് പ്രതിരഥൻ ഇല്ല. പ്രതിരഥൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ, രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശത്രു. അപ്രതിരഥ എന്ന് പറഞ്ഞാൽ ശത്രുവില്ലാത്തവനാണ്. ഇവനെ എതിരിടാൻ ആരുമില്ല ഈ ലോകത്ത്. അങ്ങനെയുള്ള അവൻ അന്വേഷൻ ലോകാനടതി, അവൻ ശത്രുവിനെ അന്വേഷിച്ചുകൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട്, എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ട്, തന്റെ കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടി എല്ലാവരെയും പീഡിപ്പിക്കുന്ന അസുരനാണ് ഇവൻ. ഇവൻ എന്നിൽ നിന്ന് വരം മേടിച്ചിട്ട് ഇപ്പൊ ശത്രുക്കൾ അവന്റെ നേർക്ക് നിൽക്കാൻ ആർക്കും ധൈര്യമില്ല.
അങ്ങനെയുള്ള പ്രഗത്ഭനാണ്. ഏഷത്തെ ദേവ ദേവാനാം അംഗ്രിമൂലമുപേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാമപി അനാഗസ ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മത് രാദ്ധവരോസുരഃ അന്വേഷൻ അപ്രതിരതോ ലോകാൻ അടതി കണ്ടകഃ മൈനം മായാവിനം തൃപ്തം നിരങ്കുശം അസത്തമം ആക്രീഡ ബാലവദ്ദേവ യഥാശീവിഷം ഉത്തിതം. ഇവനോട് കളിച്ചത് മതി എന്നാ പറയണത്. കാരണം അറിവില്ലാത്ത കുട്ടികൾ നല്ല വിഷപ്പാമ്പുകളോട് കളിക്കും പോലെയാണ് ഇവനോട് കളിക്കുന്നത്. ഇപ്പോൾ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാന് ഹിരണ്യാക്ഷന്റെ ശക്തിയെക്കുറിച്ച് അറിയില്ലാത്തതുപോലെയാണ് ബ്രഹ്മാവിന് തോന്നുന്നത്. ബ്രഹ്മാവ് താൻ സർവജ്ഞനാണ് എന്നുള്ളൊരു ചെറിയ അഭിമാനം കൊണ്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഭഗവാൻ ഇവനെക്കുറിച്ചൊന്നും അറിവുണ്ടാവില്ല. അപ്പോൾ ഇവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവൻ്റെ സ്വഭാവം, ഇവൻ ഒരു നല്ല മൂർഖൻ പാമ്പിനെ പോലെയാണ്, വിഷപ്പാമ്പാണ്. കുട്ടികൾ കളിക്കുന്ന പോലെ, കുട്ടികൾ പാമ്പിൻ്റെ അടുത്ത് കളിക്കുന്ന പോലെ ഇവനോട് കളിക്കരുത്. കുറച്ച് നേരമൊക്കെ കുട്ടികളുടെ അടുത്ത് പാമ്പ് കളിച്ചു എന്ന് വരും. പിന്നെ അത് കഴിഞ്ഞാൽ പാമ്പ് കുട്ടികളെ കടിച്ചു കൊല്ലും. അറിയാതെയാണ് കുട്ടികൾ കളിക്കുക പാമ്പിൻ്റെ അടുത്ത്, അല്ലേ? കൊച്ചു കുട്ടികൾ, ബോധം വെച്ചിട്ടില്ലാത്ത കുട്ടികൾ. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ആ പാമ്പ് ആ കുട്ടിയെ കടിക്കാം. അതുപോലെ ദുഷ്ടനാണ് ഇവൻ, ചതിയനാണ്. അതുകൊണ്ട് മൈനം മായാവിനം, മൈനം എന്നുള്ളത് മാ ഏനം, അത് പിരിക്കണം. ഏനം ഇവനെ, മായാവിനം ഇവൻ മായാവിയാണ്, മായാപ്രയോഗത്തിൽ സമർത്ഥനാണ്. ദൃപ്തം ദർപ്പം ഉള്ളവനാണ്, അഹങ്കാരിയാണ്. നിരങ്കുശം ഇവനെ അടക്കാൻ ആർക്കും സാധിക്കില്ല, അങ്കുശം ഇല്ലാത്തവനാണ്. മതയാനയെ അങ്കുശമില്ലെങ്കിൽ അടക്കാൻ കഴിയൂ. അതുപോലെ ഇവനെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, ആരെയും കണക്കാക്കാത്തവനാണ്. അസത്തമം, അസത്തുക്കളിൽ വെച്ച് തമനാണവൻ, ദുഷ്ടന്മാരിൽ വെച്ച് ഏറ്റവും വലിയവനാണ്. അങ്ങനെയുള്ള ഏനം ഉത്തിതം ആശീവിഷം യഥ. ഉത്തിതം ആശീവിഷം, ആശീവിഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഷം ബാധിക്കുന്ന വലിയ ഘോര സർപ്പങ്ങൾ, ക്രൂര സർപ്പങ്ങൾ. അപ്പോൾ തലയുയർത്തി നിൽക്കുന്ന, പടമെടുത്ത് നിൽക്കുന്ന പാമ്പിനോട് ബാലവത്, ഒരു കുട്ടി എന്നതുപോലെ മാ ആക്രീഡ, ഇവനോട് വിനോദിക്കാതിരിക്കൂ, കളിക്കാതിരിക്കൂ. ഇവനോട് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട്. കുട്ടികൾ പാമ്പിനോട് കളിച്ചാൽ പാമ്പ് എപ്പോൾ വേണമെങ്കിൽ കടിച്ച് കുട്ടി മരിക്കാം. അതുപോലെയാണ് അങ്ങിപ്പോൾ ഇവന്റെ ശക്തി അറിയാതെ ഇവനോട് കളിച്ചുകൊണ്ടിരിക്കണത്. മൈനം മായാവിനം തൃപ്തം നിരങ്കുശം അസത്തമം ആക്രീഡ ബാലവദ്ദേവായതാ ആശീവിഷം ഉത്തിതം ന യാവത് ഏഷ വർദ്ധേത സ്വാം വേളാം പ്രാപ്യ ദാരുണഃ സ്വാം ദേവമായാമാസ്തായ താവജ്ജഹി അഘം അച്യുത. അച്യുത എന്നും വിളിക്കുന്നുണ്ട് ഭഗവാനെ. അല്ലയോ അച്യുത, ഏഷഃ ദാരുണഃ, ഇവൻ അതിഭയങ്കരനാണ്. സ്വാം വേളാം പ്രാപ്യ ന യാവത് വർദ്ധേത. സ്വാം വേളാം എന്ന് പറഞ്ഞാൽ അവന്റെ സമയം. ഏത് സമയം? സന്ധ്യാസമയം, രാത്രി സമയമൊക്കെ അസുരന്മാരുടെ വേളയാണ്. അപ്പോൾ സ്വാം വേളാം പ്രാപ്യ ന യാവത് വർദ്ധേത, അവൻ വർദ്ധിക്കുന്നത് എപ്പോഴാണോ അതിനു മുമ്പേ, താവത് അതിനു മുമ്പ് തന്നെ സ്വാം മായാമാസ്തായ, അങ്ങയുടെ മായയെ സ്വീകരിച്ചുകൊണ്ട്, അകം ജഹി, താവത് ജഹി അകം, അകം ജഹി, അകം എന്നാൽ ഈ പാപിയെ, അകം അഗഹ പാപൻ, പാപി, അവനെ ജഹി കൊന്നാലും. അപ്പൊ ഈ പാപിയെ കൊന്നുകളയൂ. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവന്റെ വേളയായി, പിന്നെ അവനെ കൊല്ലാൻ സാധിക്കില്ല, അവൻ ശക്തനായിത്തീരും. അതുകൊണ്ട് അങ്ങ് വേഗം അവനെ വധിച്ചു കളയൂ. കാത്തു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, അവനോട് കളിക്കാൻ നിൽക്കണ്ട. അങ്ങയുടെ തന്നെ വിദ്യാസ്വരൂപമായ മായയെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുഷ്ടനെ വധിച്ചു കളയൂ. നയാവദേശവർദ്ധേത സ്വാം വേളാം പ്രാപ്യ ദാരുണഃ സ്വാം ദേവമായാമാസ്തായ താവജ്ജഹി അഘം അച്യുത. ഏഷാ ഘോരതമാ സന്ധ്യ ലോകസമ്പട്കരീ പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹ. സന്ധ്യയാവാൻ പോകുന്നു എന്ന് പറയണം. ഹേ പ്രഭോ, സർവാത്മൻ, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന പ്രഭുവേ, ഏഷാ ഘോരതമ വേള, സന്ധ്യ, ദാ ഈ സന്ധ്യ, ഘോരതമയായിട്ടുള്ള സന്ധ്യ,
ലോക ചമ്പട്കരി. ലോകത്തിന് ശമ്പം എന്ന് പറഞ്ഞാൽ ദുഃഖം, അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്നത് എന്നാണ് ശമ്പം എന്നുള്ള വാക്കിനർത്ഥം. മിന്നലിന് ശമ്പം എന്ന പര്യായമുണ്ട്, വജ്രായുധത്തിന് ശമ്പം എന്ന പര്യായതുണ്ട്. കാരണം ലോകത്തെ നശിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ലോക ചമ്പട്കരി, ലോകത്തിന് നാശത്തെ ഉണ്ടാക്കുന്ന വജ്രായുധം പോലെ, മിന്നൽ പോലെ, ഇടിമിന്നൽ പോലെയൊക്കെ ഉള്ളതാണ് യേശാ സന്ധ്യ, ഈ സന്ധ്യാകാലം. അത് ഉപസർപ്പതി, ഉപസർപ്പതി എന്ന് വന്നുകൊണ്ടിരിക്കുന്നു, സമീപമായിരിക്കുന്നു, അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ് ഉപസർപ്പതി. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക, സുരാണാം ജയമാവഹ, ദേവന്മാർക്ക് ജയത്തെ കൊണ്ടുവന്നു കൊടുത്താലും, എന്നുവെച്ചാൽ ഇവനെ ദുഷ്ടനെ വധിച്ചാൽ മാത്രമേ ദേവന്മാർക്ക് ജയം ഉണ്ടാവുള്ളൂ. മറ്റത് അങ്ങ് വൈകിക്കും തോറും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവന്റെ ജയമായിരിക്കും, ദേവന്മാർക്കും അങ്ങയ്ക്കും ജയമുണ്ടാവുകയില്ല. അതുകൊണ്ട് ലോകത്തിന് ദുഃഖമുണ്ടാക്കുന്ന സന്ധ്യാവേള അടുത്തുകൊണ്ടിരിക്കുന്നു, കാത്തിരിക്കണ്ട. ഏഷാ ഘോരതമാ സന്ധ്യ ലോകശംഭട്കരി പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹ അധുനൈഷോ അഭിജിന്നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത് ശിവായ നസ്ത്വം സുഹൃദാം ആശു നിസ്തര ദുസ്തരം. അപ്പോ അഭിജിത്ത് നാമ മൗഹൂർത്തിക ഏഷഃ യോഗഃ അധുനാ അഗാത്. പോയി. ഏത്? അഭിജിത്ത് എന്ന പേരുള്ള ഒരു മുഹൂർത്ത പദ്ധതിയിൽപ്പെട്ട ഒരു സമയം. ഏഷഃ യോഗഃ. അപ്പൊ ഇപ്പൊ അഭിജിത്ത് മുഹൂർത്തമാണെന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. അഗാത് എന്ന് പറഞ്ഞാൽ പോയി നടത്തുക, പോയിക്കൊണ്ടിരിക്കണോ എന്ന് പറയില്ലേ നമ്മൾ, പോവാൻ പോകുന്നതിനെ പോയി പോയി എന്ന് പറയും നമ്മൾ, അല്ലേ? വണ്ടി പോയി, വേഗം വരൂ എന്ന് പറയും. വണ്ടി പോയിട്ട് പിന്നെ വരേണ്ട ആവശ്യമില്ല, പോയി കഴിഞ്ഞു എങ്കിൽ. പോവാറായി എന്ന് സൂചിപ്പിക്കാൻ, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി എന്ന് പറയുക. ഞാനിതാ പോയി കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ ഇറങ്ങുകയായി എന്ന് സൂചിപ്പിക്കാനാണ്. അതുപോലെ ഇവിടെ അഗാത് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, പോയി എന്ന്. ഏത്? ഈ മുഹൂർത്തം, അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തം. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ ജയം നൽകുന്ന മുഹൂർത്തമാണ്, അല്ലേ? എല്ലാ ദിവസവും ഉച്ചനേരത്ത് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 11:45 തൊട്ട് 12:30 വരെ ഒരു മുഹൂർത്തം, 48 മിനിറ്റ്. അത് നല്ല സമയമാണ്. ആ സമയത്ത് ഏത് സൽക്കർമ്മങ്ങളും ചെയ്യാവുന്നതാണ് എന്ന് വിധിയുണ്ട്. അടിയന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാളേക്കോ മറ്റന്നാളേക്കോ നീട്ടിവെക്കാനൊന്നും പറ്റില്ല. ഇന്ന് തന്നെ ചെയ്യണമെങ്കിൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു സമയത്തിനാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. 11:45 തൊട്ട് 12:30 വരെ ആയിരിക്കും മിക്കവാറും. അങ്ങോട്ടോ ഇങ്ങോട്ടോ 2-3 മിനിറ്റ് മാറി നിൽക്കും. അപ്പം അത് അഭിജിത്ത് മുഹൂർത്തം. ഇനി ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ ഇടയ്ക്ക് ഒരു അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ നക്ഷത്രമുണ്ട്, അതും ആവാം ഇവിടെ. അപ്പോൾ ആ സമയം അഭിജിത്ത് നാമ മൗഹൂർത്തിക യേഷഃ യോഗഃ അധുനാ അഗാത്. സമയം കഴിഞ്ഞു പോകാറായി ആ മുഹൂർത്തം. അതുകൊണ്ട് ആശുത്വം സുഹൃദാം നഹ ശിവായ, വേഗം അങ്ങയുടെ സുഹൃത്തുക്കളായ ബന്ധുക്കളായ ആശ്രിതരായ ഞങ്ങൾക്ക് മംഗളം ഉണ്ടാവാൻ, ശിവായ ഞങ്ങൾക്ക് ക്ഷേമത്തിനായിക്കൊണ്ട് ദുസ്തരം നിസ്തര, ദുസ്തരനായ ഇവനെ, ആർക്കും ജയിക്കാൻ പറ്റാത്തവൻ, തരണം ചെയ്യാൻ പറ്റാത്തവൻ, അങ്ങനെയുള്ള ഇവനെ അങ്ങ് നിസ്തര, അങ്ങ് സംഹരിച്ചാലും നശിപ്പിച്ചാലും, അങ്ങ് അവനെ അതിക്രമിച്ചാലും കീഴ്പ്പെടുത്തിയാലും എന്നൊക്കെ അർത്ഥമാണ്. അധുനൈഷോ അഭിജിന്നാമ യോഗോ മഹൂർത്തികോ ഹ്യഗാത് ശിവായ നസ്ത്വം സുഹൃദാം ആശു നിസ്തര ദുസ്തരം ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യൈനം മൃദേ ഹത്വാ ലോകാൻ ആദേഹി ശർമ്മണി. ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം. ഇവന്റെ മൃത്യു അങ്ങാണെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. അതാണ് വിഹിതം മൃത്യു. ഇവന്റെ മരണം ഭഗവാന്റെ കൈകൊണ്ടാണെന്ന് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ്. അപ്പോൾ നിശ്ചയിക്കപ്പെട്ട മൃത്യുവായ ത്വാം, അങ്ങയെ, അയം സ്വയം ആസാദിത, അവൻ തന്നെ ഇപ്പൊ നേരിൽ വന്ന് പിടിച്ചിരിക്കുന്നു. അവന്റെ മരണത്തെ അവൻ തന്നെ സമീപിച്ചിരിക്കുന്നു. തെരഞ്ഞു പോകേണ്ടി വന്നില്ല അങ്ങയ്ക്ക്. ദിഷ്ട്യ, ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം. പണിയില്ല, അത് എളുപ്പത്തിലായി, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയും പോലെ.
അങ്ങയുടെ കൈകൊണ്ട് മരിക്കേണ്ടവൻ അങ്ങയുടെ അടുത്ത് തന്നെ ദാ വന്നുപെട്ടിരിക്കണു. ഭാഗ്യം ഭാഗ്യം ദിഷ്ട്യാ, ദിഷ്ട്യ എന്നുള്ള ഭാഗ്യം, ഭാഗ്യം കൊണ്ട് വിഹിത മൃത്യുവായ അങ്ങയെ അയം സ്വയമാസാദിത, അവൻ നേരിട്ട് വന്ന് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏനം മൃതേ വിക്രമ്യ ഹത്വ, യുദ്ധത്തിൽ അവനെ പരാക്രമം ചെയ്ത് അവനെ ഹനിച്ചിട്ട് കൊന്നിട്ട് എന്ത് ചെയ്യണം? ലോകാൻ ആദേഹി ശർമ്മണി, ലോകങ്ങളെ ജനങ്ങളെല്ലാം ശർമ്മണി ആദേഹി, ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖം, സ്വസ്ഥത എന്നൊക്കെ അർത്ഥമാണ്. ആ സുഖത്തിൽ ആദേഹി ഉറപ്പിച്ചാലും ലോകങ്ങളെല്ലാം സുഖത്തിൽ സ്ഥിരതയോടുകൂടിയവരായി ഭവിക്കട്ടെ, എല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവന്റെ മരണം അങ്ങയുടെ കൈകൊണ്ട് തന്നെയാണെന്നാണ് വിധി. അത് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് അത് അങ്ങയുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നത്. ഭാഗ്യം. അതുകൊണ്ട് വേഗം യുദ്ധത്തിൽ അവനെ വധിച്ചിട്ട് ലോകങ്ങൾക്ക് മുഴുവൻ സ്വസ്തിയെ കൊടുത്താലും എല്ലാവർക്കും സുഖത്തെ കൊടുത്താലും ഇതാണ് നല്ല സമയം. ഇതാ അഭിജിത്ത് മുഹൂർത്തം കഴിഞ്ഞു പോകാറായി. ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയം ആസാദിത സ്വയം വിക്രമ്യൈനം മൃതേ ഹത്വാ ലോകാൻ ആദേഹി ശർമ്മണി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷ വരാഹ യുദ്ധ നിരൂപണം നാമ അഷ്ടാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. അപ്പോൾ ഇന്നത്തേത് സമർപ്പിച്ചിരിക്കുന്നു. നാളെ തുടരാം. നാളെ ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഓം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നാളെ കാണാം. ഹരി ഓം. ഹരി ഓം.